രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. പ്രണാമം മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനാശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശ്രീ ചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപാ കഥാ മഹ്യം ദദാതി സോപദാന്തികം. വന്ദേഹം ശ്രീഗുരോ ശ്രീയുതപദകമലം ശ്രീഗുരോൻ വൈഷ്ണവാം ച ശ്രീരൂപം സാഗ്രജാതം സഗണരഘുനാഥാന്വിതം തം സജീവം സാദൈതം സാവധൂതം പരിജന സഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീരാധ കൃഷ്ണപാദാൻ സഗണലളിതാ ശ്രീവിശാഖാന്വിതാംശ്ച. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാ കാന്ത രാധാ കാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗീ ശ്രീരാധേ വൃന്ദാവനേശ്വരി ഋഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരൂപേശ്ച കൃപാ സിന്ധോഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിൻ ഇതി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശധാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. ശ്രീ ശ്രീ രാധാ ഗോവിന്ദ ടെമ്പിൾ ഇസ്കോൺ മാംഗ്ലൂരിന്റെ ഭഗവത്ഗീത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 18 ദിവസത്തെ ഭഗവത്ഗീത ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് അധ്യായം 3 കർമ്മയോഗം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന അധ്യായം 3 അധ്യായം 3 കർമ്മയോഗത്തെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ രണ്ടാമത്തെ അധ്യായത്തില് ഭഗവാൻ ലാസ്റ്റ് എന്താ പറഞ്ഞു നിർത്തിയത്? നമ്മള് ഭൗതിക ബോധത്തിൽ നിന്നും കൃഷ്ണാവബോധത്തിലേക്ക് ഉയരാനായിട്ട് നമ്മൾ ശ്രമിക്കണം അല്ലെ. നമ്മൾ ഈ ഭൗതികമായിട്ടുള്ള ഈ ലോകത്തിൽ ഭൗതികമായിട്ടുള്ള നമ്മളാ ഒരു ബോധം, ശരീരബോധത്തിൽ നിന്ന് നമ്മൾ എന്തിലോട്ട് ഉയരണം? കൃഷ്ണാവബോധത്തിലേക്ക് ഉയരാനായിട്ട് നമുക്ക് ശ്രമിക്കണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ കർമ്മം ചെയ്തുകൊണ്ട് എങ്ങനെ നമുക്ക് പരിശുദ്ധി നേടി കൃഷ്ണാവബോധത്തിലേക്ക് ഉയരാനാണ് നമുക്ക് ഈ അധ്യായത്തിലൂടെ ഭഗവാൻ നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പൊ കർമ്മം ചെയ്ത് എങ്ങനെ നമുക്ക് പരിശുദ്ധരായിക്കൊണ്ട് കൃഷ്ണാവബോധത്തിലോട്ട് ഉയരാം എന്നാണ് നമ്മൾ ഈ അധ്യായത്തിലൂടെ പഠിക്കാൻ പോകുന്നത്. ഹരേ കൃഷ്ണ. എല്ലാവർക്കും പ്രണാമം. അപ്പോ അധ്യായം 3 അപ്പൊ നമ്മൾ കഴിഞ്ഞ അധ്യായത്തില് നമ്മൾ 3 യോഗങ്ങളെ കുറിച്ച് നമ്മൾ അതിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ഏതൊക്കെയാണ് ഓർമ്മയുണ്ടോ? കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ ഭഗവാൻ ഏതൊക്കെ യോഗത്തെ കുറിച്ച് പറഞ്ഞു കൊടുത്തു? അർജുനന് ജ്ഞാനയോഗം പറഞ്ഞു കൊടുത്തു, കർമ്മയോഗം പറഞ്ഞു കൊടുത്തു,
ഭക്തിയോഗം പറഞ്ഞു കൊടുത്തു. ഇത് മൂന്നും ഒരുമിച്ച് ഭഗവാൻ അർജുനന് പറഞ്ഞു കൊടുത്തപ്പോ സ്വാഭാവികമായിട്ട് അർജുനൻ എന്ത് വന്നു? അർജുനന് സംശയമായി. അർജുനൻ സംശയം തോന്നാണ്. അപ്പൊ അർജുനൻ ചോദിക്കാണ്, ഏതാണ് ശരിയായ വഴിന്ന്, ഏതാണ് ഇതില് ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ളത്, ഏതാണ് ഏറ്റവും ശരിയായിട്ടുള്ളതെന്നാണ് അർജുനൻ ചോദിക്കുന്നത്. കാരണം ബുദ്ധിയോഗമാണ് നല്ലതെങ്കിൽ അത് ചെയ്താൽ പോരെ, കർമ്മം ചെയ്യുന്നത് എന്തിനാണെന്നാണ് ഭഗവാന്റെ അടുത്ത് അർജുനൻ ചോദിക്കുന്നത്. പിന്നെ അപ്പോഴാണ് ഭഗവാൻ ഇനി കർമ്മം ചെയ്യുന്നതിന്റെ പ്രാധാന്യത്തെ കുറിച്ചും എന്തുകൊണ്ട് നമ്മൾ കർമ്മം ചെയ്യേണ്ടി വരുന്നു, കർമ്മം എന്നാൽ എന്താണ് എന്നൊക്കെ ഭഗവാൻ ഈ അധ്യായത്തിലൂടെ ഭഗവാൻ പറഞ്ഞു കൊടുക്കാണ്. പിന്നെ എങ്ങനെയാണ് കർമ്മം ചെയ്യേണ്ടത്, പിന്നെന്താ പറയണത്, ഇതിന്റെ നേട്ടങ്ങൾ, നമ്മൾ കർമ്മം ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യണം, ആ രീതിയിൽ ചെയ്യുന്നതിന്റെ നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് ഭഗവാൻ ഈ അധ്യായത്തിലൂടെ അർജുനന് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോ നമ്മള് കർമ്മയോഗം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? കർമ്മയോഗം, കർമ്മം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രവൃത്തിയാണ്. കർമ്മയോഗം, യോഗം എന്ന് വെച്ചിട്ടുണ്ടാണ് ഭഗവാനായിട്ടുള്ള ഭഗവാനായിട്ട് കണക്ട് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? യോഗം എന്ന് പറയുന്നത്. അപ്പൊ കർമ്മയോഗം എന്ന് പറഞ്ഞ എന്താണ് അർത്ഥമാക്കുന്നത്? പ്രവൃത്തികളെ ഭഗവാനായിട്ട് കണക്ട് ചെയ്യാം. നമ്മൾ ചെയ്യുന്ന നമ്മുടെ പ്രവൃത്തികളെ നമ്മൾ എന്ത് ചെയ്യണം? ഭഗവാനായിട്ട് കണക്ട് ചെയ്യണം. അപ്പൊ നമ്മൾ കർമ്മം എന്നാൽ എന്താണ്? കർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളെയാണ് നമ്മൾ കർമ്മം എന്ന് പറയുന്നത്. അതങ്ങനെ പറയാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തികൾക്കും എന്തുണ്ട്? പ്രതിപ്രവർത്തനങ്ങളുണ്ട്. ഇതിനൊക്കെ പ്രതികരണങ്ങളുണ്ട്. നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തികൾക്കും നമുക്ക് എന്തുണ്ട്? പ്രതിപ്രവർത്തനങ്ങളുണ്ട്. അതായത് നമ്മൾ എന്തൊരു കാര്യം ചെയ്താലും അതിന്റെ ഫലം ഒന്നുകിൽ ഗുണമാവാം, ദോഷമാവും. അത് നമ്മൾ അനുഭവിക്കേണ്ടതായിട്ട് വരും. അതാണ് നമ്മൾ കർമ്മം എന്ന് പറയുന്നത്. കർമ്മം എന്ന് വെച്ചാൽ പ്രവൃത്തിയാണ്. നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികൾക്കും, അതായത് മനുഷ്യർ ചെയ്യുന്ന ഓരോ പ്രവൃത്തികൾക്ക് എന്തുണ്ട്? പ്രതിപ്രവർത്തനങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് പറയാ? നമ്മൾ അതിനെ കർമ്മം എന്ന് പറയണം. അപ്പൊ ആ കർമ്മം ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് സുഖം ഉണ്ടാവാം, ചിലപ്പോൾ ദുഃഖം ഉണ്ടാവാം, ഗുണം ഉണ്ടാവാം, ദോഷം ഉണ്ടാവും, അങ്ങനെ ഉണ്ടാവും. അതുകൊണ്ട് പറഞ്ഞത്. പിന്നെ ഈ കർമ്മങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിലോ 3 തരത്തിൽ നമുക്ക് കർമ്മത്തിനെ തിരിക്കാം. ഒന്ന് എന്താ പറയാ, സകാമ കർമ്മം, അതായത് കാമ്യകർമ്മം, ഫലം ഇച്ഛിക്കാതെ ഫലേച്ഛയോട് കൂടിയ കർമ്മം. നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങള് ആഗ്രഹത്തോടു കൂടി നമ്മൾ കർമ്മം ചെയ്യാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അതിന്റെ ഫലം നമ്മൾ ആഗ്രഹിക്കുന്നു. അപ്പൊ നമ്മൾ എന്ത് അനുഭവിക്കേണ്ടി വരും? അതിന്റെ ഫലം നമ്മൾ അനുഭവിക്കേണ്ടി വരും. അപ്പൊ അതിന്റെ പ്രധാന കാരണം എന്താ വരുന്നത്? ആ പ്രവർത്തികളുടെ ഫലം നമ്മൾ ആഗ്രഹിക്കുകയാണ്. അതായത് നമ്മൾ എന്തെങ്കിലും ഒരു പ്രവർത്തി ചെയ്യുന്നത് അതിന്റെ ഫലം ആഗ്രഹിച്ചുകൊണ്ടാണെങ്കിൽ അതിനെ നമുക്ക് എന്തെന്ന് പറയാം? സകാമ കർമ്മം, അതല്ലെങ്കിൽ കാമ്യ കർമ്മങ്ങൾ എന്ന് പറയാം. അപ്പൊ നമ്മൾ ചെയ്യുന്ന എന്തൊരു പ്രവൃത്തി ആയിക്കോട്ടെ, ആ പ്രവൃത്തിയുടെ ഫലം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഫലം എന്ന് പറയുന്നതാണ് അതിന്റെ ഒരു റിസൾട്ട് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്ത് കർമ്മം എന്ന് പറയാം? സകാമ കർമ്മങ്ങൾ എന്ന് പറയാം. ഇനി അടുത്തത് വന്നിട്ട് നിഷ്കാമ കർമ്മം. നിഷ്കാമ കർമ്മം എന്ന് പറയുന്നതാണ് ഫലം ആഗ്രഹിക്കാതെ നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾ. അതിനെ നമുക്ക് എന്തെന്ന് പറയുന്നു? നിഷ്കാമ കർമ്മം എന്ന് പറയും. അതായത് നമുക്ക് പറഞ്ഞിട്ടുള്ള കർമ്മങ്ങൾ നമ്മൾ അനുഷ്ഠിക്കുന്നു, പക്ഷെ അതിന്റെ ഫലം നമ്മൾ ആഗ്രഹിക്കുന്നില്ല. അതിന്റെ ഫലത്തില് നമ്മൾ എന്താകുന്നില്ല? ആസക്തരാകുന്നില്ല. എന്തു കാര്യം നമ്മളോട് ഒരാൾ ചെയ്യാൻ പറഞ്ഞു, നമ്മൾ അത് ചെയ്യുന്നു. പക്ഷെ അത് ഗുണാണോ, അത് ദോഷാണോ, അതുകൊണ്ട് എന്തെങ്കിലും നമുക്ക് ബുദ്ധിമുട്ടുണ്ടോ, അതുകൊണ്ട് എന്തെങ്കിലും നമുക്ക് ലാഭം ഉണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കാതെ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളാണ് എന്ത് പറയുന്നത്? നിഷ്കാമ കർമ്മങ്ങൾ. അപ്പൊ സകാമ കർമ്മവും നിഷ്കാമ കർമ്മവും. സകാമം എന്ന് പറഞ്ഞാല് നമ്മൾ ഫലം ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങൾ സകാമ കർമ്മങ്ങളും, ഫലം ആഗ്രഹിക്കാതെ ചെയ്യുന്ന കർമ്മങ്ങളെ നമ്മൾ എന്ത് പറയുന്നു? ഫലം ഇച്ഛിക്കാതെ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളെ നിഷ്കാമ കർമ്മങ്ങൾ എന്നും പറയുന്നു. പിന്നെ 3ാമത്തെ കർമ്മം ഏതാണ്? ഭക്തിയുത സേവനങ്ങൾ. അതായത് കർമ്മയോഗം ഭഗവാനുമായിട്ട് കണക്ട് ചെയ്യണം. അത് കർമ്മം ചെയ്യുന്നത് നമ്മൾ ആർക്ക് സമർപ്പിക്കാണ്? ഭഗവാന് സമർപ്പിക്കാണ്. നമ്മൾ ചെയ്യുന്ന എല്ലാ കർമ്മത്തിന്റെയും നമ്മൾക്ക് ആ കർമ്മം ചെയ്യേണ്ടത് നമ്മളുടെ ഒരു ഉത്തരവാദിത്തമാണ്, നമ്മളുടെ ഒരു ഡ്യൂട്ടി ആണെന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ കർമ്മം ചെയ്യുന്നു, ഭഗവാന്റെ സേവനവും ചെയ്യുന്നു. അപ്പൊ അതിന്റെ ഫലം ആർക്ക് സമർപ്പിക്കാണ്? ഭഗവാന് വേണ്ടിയിട്ട് സമർപ്പിക്കാണ്, ഭഗവാന്റെ സേവയ്ക്കായിട്ട് നമ്മൾ അത് ഉപയോഗിക്കാണ്. അത്തരം കർമ്മത്തെ നമ്മൾ എന്താ പറയാ? കർമ്മയോഗം അഥവാ ഭക്തിയുത സേവനം എന്ന് പറയാം. അപ്പൊ 3 തരത്തിൽ നമ്മൾ കർമ്മം പറഞ്ഞു. നിഷ്കാമ കർമ്മം, സകാമ കർമ്മം, പിന്നെന്താണ്? കർമ്മയോഗം, ഭക്തിയുത സേവനങ്ങൾ. അപ്പൊ ഫസ്റ്റത്തെ വന്നിട്ട് സകാമ കർമ്മം പറഞ്ഞു. സകാമ കർമ്മം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് ഫലം ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങള്. നിഷ്കാമ കർമ്മം എന്ന് പറഞ്ഞാൽ ഫലം ആഗ്രഹിക്കാതെ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങള്. ഭക്തിയുത സേവനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഭഗവാന്റെ
സേവനത്തിന്റെ കർമ്മത്തിന്റെ ഫലം ആർക്ക് നമ്മൾ സറണ്ടർ ചെയ്യണത്? അതിന്റെ ഫലം നമ്മൾ ഉപയോഗിക്കാതെ അത് ഭഗവാന്റെ സേവനത്തിനായിട്ട് നമ്മൾ ഉപയോഗിക്കുകയാണ്. ഭഗവാന് വേണ്ടിയിട്ട് നമ്മൾ കർമ്മം ചെയ്യുന്നു. അപ്പൊ അത്തരം കർമ്മങ്ങൾ നമ്മൾ എന്തെന്ന് പറയാം ഇരുന്നിട്ട്? കർമ്മയോഗം അഥവാ ഭക്തിയുത സേവനം എന്ന് നമുക്ക് പറയാം. അപ്പൊ 3 തരത്തിൽ കർമ്മങ്ങൾ. അപ്പൊ ഭഗവാൻ ഇനി എന്തുകൊണ്ട് അർജുനൻ ചോദിക്കുക അങ്ങനെയല്ലേ, ബുദ്ധിയോഗമാണ് നല്ലതെങ്കിൽ എന്തിനാണ് കർമ്മം ചെയ്യുന്നത്? അപ്പൊ അതാണ് ഇനി ഭഗവാൻ പറയാൻ പോകുന്നത്. അപ്പൊ ഫസ്റ്റത്തെ ശ്ലോകം നമുക്ക് നോക്കാം. അർജുന ഉവാച ജായസി ചേത് കർമ്മണസ്തേ മതാ ബുദ്ധിർജനാർദ്ദന തത്കീം കർമ്മണി ഘോരേ മാം നിയോജയസി കേശവ. അർജുനൻ പറഞ്ഞു, ഹേ ജനാർദ്ദന, അല്ലയോ കേശവ, ഫലകാംക്ഷയോടെ ചെയ്യുന്ന കർമ്മത്തെക്കാൾ ശ്രേഷ്ഠമാണ് ബുദ്ധി എന്ന് കരുതുന്നുവെങ്കിൽ അങ്ങ് എന്തിനാണ് എന്നെ ക്രൂരമായ ഈ യുദ്ധത്തിന് പ്രേരിപ്പിക്കുന്നത്? അപ്പൊ ഇവിടെ ആരോടുത്ത് പറയുന്നത് പറഞ്ഞ അർജുനൻ ഭഗവാനെ വിളിക്കുന്നത് ഹേ ജനാർദ്ദന. ജനാർദ്ദനൻ ആരാണ്? ഭഗവാൻ പേരാണ് ജനാർദ്ദനൻ. ഭഗവാനാണ് ജനാർദ്ദനൻ. അപ്പൊ എന്താണ്? പരിപാലിക്കുന്നവനാണ്. പരിപാലിക്കുന്നവനായതുകൊണ്ടാണ് ഭഗവാനെ നമ്മൾ എന്തെന്ന് പറയുന്നത്? ജനാർദ്ദന എന്ന് വിളിക്കുന്നത്. അല്ലയോ കേശവ. പിന്നെ വേറൊരു പേരും കൂടി പറയുന്നുണ്ട്, കേശവ. കേശവൻ എന്ന് വെച്ചെന്താണ്? കേശി എന്നൊരു അസുരനെ വധിച്ചിട്ടുള്ളതുകൊണ്ട് ഭഗവാനെ കേശവ എന്ന് പറയുന്നു. അപ്പൊ ഭഗവാന്റെ ഓരോ ലീലകളും വെച്ചിട്ട് നമുക്ക് എന്തുണ്ടാവും? ഓരോ പേരുകൾ ഉണ്ടാവാം. ഇവിടെ നമുക്കറിയാം ആരാണ്? കംസന്റെ ഒരു അസുരനായിരുന്നു അല്ലെ, കംസന്റെ കൂട്ടത്തിലുള്ള ഒരു അസുരനായിരുന്നു കേശവൻ. അപ്പൊ കേശി എന്ന് പറഞ്ഞ ഒരു അസുരൻ. ആ കേശി എന്ന് പറഞ്ഞാൽ അത് നിവർന്നു നിന്ന ആകാശം മുട്ടുന്ന പറയുന്നത്. അപ്പൊ അതിനെ വധിച്ച കാരണം കൊണ്ട് എന്താ പേര്? കേശവൻ എന്ന് ഭഗവാനെ വിളിക്കുന്നുണ്ട്. ഫലകാംക്ഷയോടെ ചെയ്യുന്ന കർമ്മത്തേക്കാൾ ശ്രേഷ്ഠമാണ് ബുദ്ധി എന്ന് കരുതുന്നെങ്കിൽ എന്തിനാണ് എന്നെ ക്രൂരമായ ഈ യുദ്ധത്തിന് പ്രേരിപ്പിക്കുന്നത് എന്നാണ് അർജുനൻ ആരടുത്ത് ചോദിക്കുന്നത്? ഭഗവാന്റെ അടുത്ത് ചോദിക്കുന്നത്. അപ്പൊ ഭഗവാൻ പറയാണ്, ഭഗവാൻ എന്താ പറഞ്ഞു കൊടുക്കുന്നത്? വ്യാമിശ്രേണേവ വാക്യേന ബുദ്ധി മോഹായ സീവമേ തതേകം വദ നിശ്ചിത്യ യേന ശ്രേയോഹമാപ്നുയാം. ഭഗവാൻ എന്താ പറയുന്നത്? ഭഗവാൻ ദ്വയാർത്ഥങ്ങളുള്ള ഉപദേശങ്ങളാൽ അങ്ങ് എന്റെ ബുദ്ധി അമ്പരിപ്പിക്കുന്നു. എനിക്ക് ഏറ്റവും ശ്രേയസ്കരമായത് എന്തെന്ന് തീർത്തു പറഞ്ഞു തരൂ. അപ്പൊ ഒരു കാര്യം കൂടി ഭഗവാന്റെ അടുത്ത് അർജുനൻ ചോദിക്കുന്നുണ്ട്. അപ്പൊ ഈ 2 തരത്തിലുള്ള ഉപദേശം തന്നിട്ട് എന്താണ്? എന്റെ ബുദ്ധി അങ്ങ് അമ്പരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തതേകം വധ എന്ന് പറയുന്നത്. തതേകം വധ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒന്നിനെ കുറിച്ച് എനിക്ക് പറഞ്ഞു തരാൻ, ഏറ്റവും ശ്രേയസ്കരമായിട്ടുള്ള തതേകം വധ, ആ ഒന്നിനെ കുറിച്ച് എനിക്ക് പറഞ്ഞു തരൂ എന്നാണ് ആരിവിടെ പറയുന്നത്? അർജുനൻ ഭഗവാന്റെ അടുത്ത് പറയുന്നത്. അപ്പൊ ആ ഒന്നിനെ കുറിച്ച് എന്താണോ എനിക്ക് ഏറ്റവും ശ്രേയസ്കരമായിട്ടുള്ളത് അതിനെ കുറിച്ച് എനിക്ക് പറഞ്ഞു തരാനായിട്ടാണ് ആര് പറയുന്നത്? ഭഗവാന്റെ അടുത്ത് അർജുനൻ പറയുന്നത്. പിന്നെന്താണ്? അപ്പൊ നമുക്കറിയാം 2ാമത്തെ അധ്യായത്തിൽ എന്തൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു? ഭഗവാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. ആത്മാവും ശരീരവും തമ്മിലുള്ള വ്യത്യാസം പഠിപ്പിച്ചു. കർമ്മം ചെയ്യുക, അതെങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു. നിന്റെ ധർമ്മം എന്ന നിലയിലാണ് ഇതൊക്കെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. ഫലം ഇച്ഛിക്കാണ്ട് നിന്റെ ധർമ്മം എന്ന രീതിയിൽ കർമ്മം ചെയ്യണം എന്ന് പറഞ്ഞു. അതായത് നിഷ്കാമ കർമ്മത്തെ കുറിച്ച് പറഞ്ഞു കൊടുത്തു. അതുവഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പറഞ്ഞ ഇന്ദ്രിയങ്ങള് പരിശുദ്ധമാക്കൊണ്ടിരിക്കുക ചെയ്യണത്. നിഷ്കാമ കർമ്മം ചെയ്ത് അർജുനന്റെ ഇന്ദ്രിയങ്ങൾ എന്താവണ്? പരിശുദ്ധമാകപ്പെടാണ്. ഇതെല്ലാം കേട്ടപ്പോഴാണ് അർജുനന് ഈ സംശയം വന്നത് അല്ലെ. അതുകൊണ്ടാണ് അർജുനൻ എന്ത് പറയണത്? ആ ഒന്നിനെ കുറിച്ച് എനിക്ക് പറഞ്ഞു തരാൻ പറയണത്. അപ്പൊ ഇതിൽ ഏതാണ് ഏറ്റവും നല്ലത്? കാരണം ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തത് കൊണ്ടാണ് അർജുനൻ ആ സംശയം വന്നതിരുന്നിട്ട്. അപ്പൊ അർജുനൻ പറയാണ്, ഇപ്പൊ ആത്മാവ് ശരീരം തമ്മിലുള്ള വ്യത്യാസം പഠിപ്പിച്ചു. കർമ്മം ചെയ്യുമ്പോ നിന്റെ ധർമ്മം എന്ന നിലയിൽ എനിക്കായി അർപ്പിച്ചുകൊണ്ട് ചെയ്യണം. അതിന്റെ ഫലം നീ ആഗ്രഹിക്കരുത്. ഇതൊക്കെ കേട്ടപ്പോഴാണ് അർജുനൻ പറഞ്ഞിട്ട് ആ ഒന്നിനെ കുറിച്ച്, ഏതാണോ നല്ലത്, എനിക്ക് ശ്രേയസ്കരമായത് എന്താണോ അതിനെ കുറിച്ച് എനിക്ക് പറഞ്ഞു തരൂ എന്ന് ആര് പറയാണ് ഇവിടെ? അർജുനൻ ഭഗവാന്റെ അടുത്ത് പറയാണ്. അപ്പൊ ഭഗവാൻ എന്താ പറയുന്നത്? അപ്പൊ ഭഗവാൻ പറയാണ്, ഭഗവാൻ എന്താ പറയണത്? അടുത്ത ശ്ലോകം നമുക്ക് വായിക്കാം. ന കർമ്മണാമനാരംഭ നൈഷ്കർമ്മ്യം പുരുഷോഷ്ണുതേ നച സന്യാസനാ ദേവ.
സിദ്ധിയും സമ്മതി ഗച്ഛതി. കർമ്മം ചെയ്യാതിരുന്നത് കൊണ്ട് മാത്രം ആരും കർമ്മഫലങ്ങളിൽ നിന്ന് മുക്തരാകുന്നില്ല. സന്യാസം കൊണ്ട് മാത്രം ഒരാൾ പൂർണ്ണത നേടുകയുമില്ല. അപ്പൊ ഭഗവാൻ പറയുന്ന എന്താണ്? സത്യത്തില് രണ്ട് കൂട്ടരാണ്. അർജുനനോട് പറയാണ്, തത്വജ്ഞാനപരവും അനുഭവപാത്രന്മാരായി ഊഹാപോഹങ്ങൾ നടത്തുന്നവരും ഭക്തിപൂർവം ഭഗവത് സേവനം അനുഷ്ഠിക്കുന്നവർ. ഇങ്ങനെ രണ്ട് കൂട്ടരാണ് എന്തിനു ശ്രമിക്കുന്നത്? ആത്മസാക്ഷാത്കാരം നേടാനായിട്ട് ശ്രമിക്കുന്നത്. ഭഗവാൻ പറഞ്ഞു കൊടുക്കാണ് അർജുനന്, ആത്മസാക്ഷാത്കാരം നേടാനായിട്ട് സാധാരണ രണ്ട് കൂട്ടർ ശ്രമിക്കുന്നുണ്ട്. ഒന്ന് എങ്ങനത്തെവരാണ്? ഒന്ന് സാഖ്യയോഗികള്, അതല്ലെങ്കിൽ നമ്മൾ എന്ത് പറയണത്, കർമ്മയോഗം. ഈ പറഞ്ഞ പോലെ തന്നെ ഒന്ന് സാഖ്യയോഗികൾ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയുക, ഈ അപഗ്രഥിച്ചുകൊണ്ട് നമ്മള് തത്വജ്ഞാനപരമായിട്ടുള്ള അതിനെ അപഗ്രഥിച്ചുകൊണ്ട് പഠിക്കുന്നവര്, അങ്ങനത്തെവരുണ്ട്. പിന്നെ എന്താണ് പറയണത്? പിന്നെ കർമ്മയോഗം കൊണ്ട് ഭക്തിയുത സേവനം ചെയ്യുന്നവര്. അപ്പൊ സാഖ്യയോഗികളും കർമ്മയോഗം കൊണ്ട് ഭക്തിയുത സേവനം ചെയ്യുന്നവര്. ഇങ്ങനെ രണ്ടു കൂട്ടരാണ് എന്തിനു ശ്രമിക്കുന്നത്? ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കർമ്മം ചെയ്യുന്നതാണ് പ്രശ്നമെങ്കിൽ അത് ചെയ്യാതിരുന്നാൽ പോരെ ചെയ്യാതിരുന്നാല് പോരാ എന്ന് ആര് പറയാണ്? അത് പാടില്ല എന്ന് ആര് പറഞ്ഞു കൊടുക്കാണ്? ഇവിടെ ഭഗവാൻ പറഞ്ഞു കൊടുക്കാണ്. അതിന്റെ എന്താ കാരണം? നമുക്കിപ്പോ കർമ്മം ചെയ്താലല്ലേ ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുള്ളൂ. അപ്പൊ കർമ്മം ചെയ്യാണ്ടിരുന്നാ പോരെ എന്നാണ് ഇവിടെ അർജുനൻ ചിന്തിക്കുന്നത്. അപ്പൊ അത് പോരാന്നുള്ളതാണ് ഇവിടെ ആര് പറയുന്നത്? ഭഗവാൻ അർജുനനോട് പറഞ്ഞു കൊടുക്കുന്നത്. കാരണം എന്താണ്? കർമ്മം ചെയ്യാതിരുന്നത് കൊണ്ട് മാത്രം ആരും കർമ്മഫലങ്ങളിൽ നിന്ന് മുക്തരാകുന്നില്ല. സന്യാസം കൊണ്ട് മാത്രം ഒരാൾ പരിപൂർണത നേടുകയുമില്ല. അപ്പൊ എന്താ കാരണം പറയണത്? കർമ്മം ചെയ്യാണ്ടിരുന്നാ പോരെ എന്നാണ് ആര് ചോദിക്കുന്നത്? ഇവിടെ അർജുനൻ ഭഗവാന്റെ അടുത്ത് ചോദിക്കുന്നത്. അപ്പൊ ഭഗവാൻ പറയുന്നത് എന്താണ് ഇവിടെ? കർമ്മം ചെയ്യാതിരുന്നത് കൊണ്ട് മാത്രം ആരും എന്തിൽ നിന്നും മുക്തരാകുന്നില്ല? കർമ്മഫലങ്ങളിൽ നിന്ന് മുക്തരാകുന്നില്ല. സന്യാസം കൊണ്ട് മാത്രം ഒരാൾ പൂർണ്ണത നേടാനും സാധിക്കുന്നില്ല. അപ്പൊ സന്യാസം കൊണ്ട് ഒരാൾക്ക് പൂർണ്ണത നേടാൻ സാധിക്കില്ല. കർമ്മം ചെയ്യാതിരുന്നത് കൊണ്ട് ആരും എന്തുണ്ടാവുന്നില്ല? കർമ്മഫലങ്ങളിൽ നിന്ന് മുക്തരാകുന്നുമില്ല. കാരണം നമുക്ക് മനുഷ്യനായിട്ട് ജനിച്ചു കഴിഞ്ഞാല് നമുക്ക് വിധിക്കപ്പെട്ടിട്ടുള്ള കർമ്മങ്ങൾ നമ്മൾ നിറവേറ്റേണ്ടത് എന്താണ്? അത്യാവശ്യമാണ്. എന്നിട്ട് വേണം നമുക്ക് ആരാവാനായിട്ട്? സന്യസിക്കാനായിട്ട്. നമുക്ക് ഈ ശുദ്ധീകരണം നടത്താനായിട്ട് നമുക്ക് എന്താണ്? ഈ ശുദ്ധീകരണം നമുക്ക് നടത്തിയാൽ മാത്രമേ നമുക്ക് വിജയം കൈവരിക്കാനായിട്ട് സാധിക്കുള്ളൂ. അല്ലാത്തവർക്ക് വിജയം കൈവരിക്കാനായിട്ട് സാധിക്കില്ല. നമുക്ക് ഓരോ ആശ്രമത്തിലും അല്ലെ, ഓരോ എന്താ പറയുക, വർണ്ണാശ്രമ വ്യവസ്ഥകൾ പറഞ്ഞിരിക്കുന്ന ഓരോ ആശ്രമത്തിലും, നമ്മൾ ആശ്രമങ്ങൾ ഉണ്ടല്ലോ, 4 ആശ്രമം, ആ ആശ്രമത്തിൽ നമുക്ക് ഓരോരുത്തർക്കും ഓരോ കർമ്മങ്ങൾ, നമ്മൾ വിധിക്കപ്പെട്ട കർമ്മങ്ങൾ നമ്മൾ ചെയ്തേ പറ്റൂ. അത് ചെയ്യാതെ നമുക്ക് എന്ത് ചെയ്തിട്ട് കാര്യമില്ല. നമ്മൾ സന്യാസം സ്വീകരിച്ചത് കൊണ്ട് നമ്മൾ എന്തിൽ നിന്നും മുക്തരാകുന്നില്ല? കർമ്മഫലങ്ങളിൽ നിന്നും മുക്തരാകുന്നില്ല, പൂർണ്ണത നേടുന്നുമില്ല. നമ്മൾ എന്ത് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞത്? പൂർണ്ണത നേടാനായിട്ടും നമുക്ക് സാധിക്കുന്നില്ല എന്ന് ഭഗവാന് അർജുനൻ പറഞ്ഞു കൊടുക്കാണ്. എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ എന്താ ചെയ്യണത്? നമ്മള് ഒട്ടും കർമ്മം ചെയ്യാതിരിക്കുന്നു പറഞ്ഞൊരു സബ്ജക്റ്റ് അവിടെ വരുന്നില്ല. കാരണം നമ്മൾ ഒന്നും ചെയ്യുന്നില്ല എന്ന് നമ്മൾ പറഞ്ഞാലും ഒരു സെക്കൻഡ് പോലും നമ്മളുടെ മനസ്സ് വെറുതെ ഇരിക്കുന്നില്ല. കാരണം എന്താണ്? നമ്മളുടെ മനസ്സ് ഒന്നും ചെയ്യുന്നില്ലെങ്കിലും അതെന്ത് ചെയ്തോണ്ട്, നമ്മളൊന്നും ചെയ്യുന്നുണ്ടാവില്ല, പക്ഷെ നമ്മളെ മനസ്സ് എന്താ ചെയ്തോണ്ടിരിക്കുന്നത്? നമ്മളത് ഉള്ളിൽ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പ്ലാനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മളെ ഇന്ദ്രിയങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മള് കർമ്മങ്ങൾ, നമ്മൾ പ്രവൃത്തി ഒന്നും ചെയ്യുന്നില്ല എന്ന് നമുക്ക് തോന്നാണ്. പക്ഷെ നമ്മളെ ഇന്ദ്രിയങ്ങൾക്ക് ഒരു പ്രത്യേകത എന്താണ്? അത് ഒരു സെക്കൻഡ് ഇത് ഒന്നും ചെയ്യാതിരിക്കില്ല. നമ്മളിപ്പോ ഒന്നും മിണ്ടണില്ല എന്ന് പറഞ്ഞാൽ, ഒന്നും ചെയ്യാതിരിക്കുന്ന പറഞ്ഞാൽ ചുറ്റുമുള്ള സൗണ്ട് നമ്മൾ കേൾക്കുന്നില്ലേ? അതെന്തുകൊണ്ടാണ്? നമ്മളെ ചെവി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ? നമ്മൾ കാഴ്ച കാണുന്നില്ലേ? കാരണം നമ്മളെ ഇന്ദ്രിയങ്ങൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഒന്നും ആഗ്രഹിക്കാണ്ട് ഒന്നും ചിന്തിക്കാതിരിക്കാന്ന് പറഞ്ഞാലും മനസ്സിൽ പലവിധ ചിന്തകൾ വരുന്നുണ്ട്. അപ്പൊ എന്താ പറയണത്? നമ്മ കർമ്മം ചെയ്യണില്ല എന്ന് പറഞ്ഞാലും നമ്മളെ ഇന്ദ്രിയങ്ങൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? നമ്മളെ ഇന്ദ്രിയങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോ ഒരു സന്യാസിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിലോ, ലൗകിക ബന്ധനത്തിൽ നിന്ന് മാറിയാലും ഭക്തിയുത സേവനം ചെയ്യുന്നുണ്ടെങ്കിലും അയാളുടെ ഇന്ദ്രിയങ്ങൾ നിയന്ത്രിച്ചില്ലെങ്കിൽ എന്താ പറയണത്? അത് ശരിയല്ല. കാരണം അയാൾക്ക് എന്താണ്? അയാളുടെ മനസ്സിനെ നിയന്ത്രിക്കാതെ അയാൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നില്ല? പൂർണ്ണത നേടാനായിട്ട് അയാൾക്ക് സാധിക്കുന്നില്ല. കാരണം ഇന്ദ്രിയങ്ങൾ കൊണ്ട് കർമ്മം ചെയ്യാതിരുന്നാലും മനസ്സുകൊണ്ട് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? നമ്മള് കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കർമ്മഫലങ്ങളിൽ നിന്ന് നമുക്ക് എന്തിനു പറ്റുന്നില്ല? നമുക്ക് മോചിതരാവാനായിട്ട് സാധിക്കുന്നില്ല. നമ്മള് ഒരു ശരീരത്തിൽ ഇരിക്കുന്ന കാരണം കൊണ്ട്, നമ്മളെ ശരീരത്തില് എപ്പോഴും ശരീരസ്ഥനായതുകൊണ്ട് നമ്മളുടെ ഇന്ദ്രിയങ്ങൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? അത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ജീവാത്മാവിന്റെ ഒരു സ്വഭാവമാണ്. ആത്മാവും എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്?
പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുകയാണ് ഇത് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അത് കാരണം കൊണ്ട് നമ്മള് ഓരോ പ്രവർത്തികള്, അത് ചിലപ്പോ നല്ല കർമ്മങ്ങളാവാം ചീത്ത കർമ്മങ്ങളാവാം, പക്ഷെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് എന്താണ്, നമ്മൾ ആ കർമ്മത്തിൽ നിന്നും നമുക്ക് മോചിതനാവാനായിട്ട്, നമ്മള് മിണ്ടാതിരിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല. അപ്പൊ കർമ്മേന്ദ്രിയങ്ങളെ നമ്മൾ നിയന്ത്രിച്ചാൽ തന്നെയും നമുക്ക് എന്താണ്, നമ്മളെ മനസ്സ് ഈ വിഷയങ്ങളിൽ വ്യാപരിച്ചിരിക്കുന്നത് കൊണ്ട് നമ്മൾ എന്താ സംഭവിക്കുന്നത്, നമ്മൾ സ്വയം ഭ്രമിച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് സംഭവിക്കുന്നത്, നമ്മളൊരു ആർട്ടിഫിഷ്യൽ ആയിട്ട് നിൽക്കാന്ന് പറയില്ല, നമ്മൾ അതിന് നടിക്കുകയാണ് ചെയ്യുന്നത്. ശരിക്കും നമ്മള് പുറമേക്ക് നമ്മൾ സന്യാസിയാന്ന് പറയുന്നുള്ളൂ, പക്ഷെ നമ്മൾ ഇന്ദ്രിയങ്ങളെ കൺട്രോൾ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല. അങ്ങനെയാണ്. അപ്പൊ അത് കാരണം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇന്ദ്രിയങ്ങളെ മനസ്സിനാൽ നിയന്ത്രിക്കാൻ ശ്രമിച്ചുകൊണ്ട് ആസക്തി കൂടാതെ നമ്മൾ എന്ത് ചെയ്യണം, കൃഷ്ണാവബോധപരമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയാണ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്, അതിന് നമ്മള് ഇന്ദ്രിയങ്ങളെ മനസ്സിനാല് നിയന്ത്രിക്കാനായിട്ട് ശ്രമിക്കണം. എന്നിട്ട് ആസക്തി കൂടാതെ കൃഷ്ണാവബോധ പ്രവർത്തനങ്ങൾ ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കേണ്ടതാണ് ആവശ്യം. കാരണം ശരീരം നിലനിർത്താൻ നമുക്ക് കർമ്മം ചെയ്യാതിരിക്കാൻ സാധിക്കില്ല, അതിൽ നിന്ന് ഒരു മാറ്റം നമുക്കില്ല. അപ്പൊ ഇനി ആ കർമ്മം നമ്മൾ എങ്ങനെ ചെയ്യണം എന്നാണ് ഇനി ഭഗവാൻ അത് പറഞ്ഞു കൊടുക്കുന്നത്. നമ്മള് ഇപ്പൊ ഈ പറഞ്ഞ പോലെ നമുക്ക് കർമ്മം ചെയ്തേ പറ്റൂ. അപ്പൊ അതൊരു അർജുനന്റെ ചോദ്യത്തിനുള്ള ഉത്തരം ഇല്ല. അർജുനൻ ചോദിക്കുന്നതാണ് കർമ്മം ചെയ്താതിരുന്നാ പോരെ എന്നാണ് ചോദിച്ചത്. അതിനുള്ള ഉത്തരം ഇപ്പൊ ഭഗവാൻ പറഞ്ഞു കഴിഞ്ഞു, നിങ്ങൾ കർമ്മം ചെയ്തേ പറ്റൂ. അർജുനോട് ഭഗവാൻ പറഞ്ഞു, കാരണം കർമ്മം നമ്മൾ ചെയ്തേ പറ്റൂ. കാരണം ചെയ്യാതിരുന്നാലും എന്താ സംഭവിക്കുന്നത്, നമ്മളവിടെ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, അല്ലാതെ ഇതിന് ഒരിക്കലും വെറുതെ ഇരിക്കാനായിട്ട് സാധിക്കുന്നില്ല. അപ്പൊ ഇനി ആ കർമ്മം എങ്ങനെ ചെയ്യണം എന്നാണ് ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ കർമ്മം എന്തായാലും ചെയ്യണം. അപ്പൊ ഇനി അത് എങ്ങനെ ചെയ്യണം എന്ന് ഭഗവാൻ പറഞ്ഞു കൊടുക്കാണ്. അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. യജ്ഞാർത്ഥാത് കർമ്മണോന്യത്ര ലോകോയം കർമ്മ ബന്ധനഃ തദർത്ഥം കർമ്മ കൗന്ദേയ മുക്ത സംഗ സമാചര. കർമ്മം എങ്ങനെയാ കർമ്മം ചെയ്യേണ്ടത്, കർമ്മം വിഷ്ണുവിനായുള്ള യജ്ഞം എന്ന നിലയിൽ അനുഷ്ഠിക്കേണ്ടതാണ്. അതിനാൽ എന്ത് ചെയ്യണം, അതിനാൽ അർജുനനോട് പറയണം, അതിനാൽ അർജുന എന്താണ്, കർമ്മം വിഷ്ണുവിനായിട്ടുള്ള യജ്ഞം എന്ന നിലയിലാണ് കർമ്മം അനുഷ്ഠിക്കേണ്ടത്. അല്ലെങ്കിൽ അത് മനുഷ്യനെ ഭൗതിക ലോകത്തോട് കൂടുതൽ ബന്ധിക്കുകയുള്ളൂ. കുന്തിപുത്ര, നിന്റെ നിർദ്ദിഷ്ട കർമ്മങ്ങളെ ഭഗവാന്റെ സംതൃപ്തിക്കായി നിർവഹിക്കൂ. അങ്ങനെ ചെയ്താൽ നിനക്ക് എന്നെന്നും ബന്ധമുക്തനായിരിക്കാം. അപ്പൊ അതുകൊണ്ട് ഇനിയിപ്പോ എന്താ പറഞ്ഞത്, അർജുനനോട് പറഞ്ഞത്, അപ്പൊ കർമ്മം എന്തായാലും ചെയ്തേ പറ്റൂ. പക്ഷെ ആ കർമ്മം നീ എങ്ങനെ ചെയ്യണം, കർമ്മം വിഷ്ണുവിനായിട്ടുള്ള ഒരു യജ്ഞം എന്ന നിലയിലാണ് നീ കർമ്മം ചെയ്യേണ്ടത്. വിഷ്ണുവിനായിട്ടുള്ള യജ്ഞം എന്ന നിലയിൽ കർമ്മം ചെയ്തു കഴിഞ്ഞാൽ എന്താണ്, നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഭഗവാന്റെ സംതൃപ്തിക്കായിട്ട് നിനക്ക് അത് ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ ചെയ്താൽ നീ എന്നെന്നും ബന്ധമുക്തനായിരിക്കാൻ പറ്റും. അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത്, അല്ലെങ്കിൽ അത് മനുഷ്യനെ എവിടേക്ക് അടുപ്പിക്കുക ചെയ്യണത്, ഭൗതിക ലോകത്തോട് കൂടുതൽ ബന്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഭൗതിക ലോകത്തോട് കൂടുതൽ ബന്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ കൃഷ്ണന്റെ പ്രീതിക്കായിക്കൊണ്ട് അല്ലെങ്കിൽ വിഷ്ണുവിന്റെ പ്രീതിക്കായിക്കൊണ്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, കർമ്മങ്ങൾ നിർവഹിക്കാൻ. അങ്ങനെയുള്ള ഒരു മനുഷ്യൻ എന്താണ്, അങ്ങനെയുള്ള ഒരു മനുഷ്യൻ മുക്താവസ്ഥയിലാണ് പ്രവർത്തിക്കുന്ന പറഞ്ഞത്. മുക്തിക്ക് ശേഷമാണ് നമുക്ക് ഭക്തി കിട്ടുന്നത്. അപ്പൊ ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങള് വിഷ്ണുവിനായിട്ട് അർപ്പിച്ചുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ, കൃഷ്ണാവബോധത്തോടെ ചെയ്തു കഴിഞ്ഞാൽ, ആ കർമ്മം നിർവഹിച്ചു കഴിഞ്ഞാൽ, അങ്ങനെയുള്ള പ്രവർത്തനം ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് എന്ത് സംഭവിക്കുന്ന പറയണത്, മുക്തിക്ക് അർഹനായിട്ട് തീരും. മുക്താവസ്ഥയിലേക്ക് അയാള് ഉയരാണ് ചെയ്യുന്നത്. പിന്നെ എന്താ പറയണത് ഇരുന്നിട്ട്, ഇനി ആ കർമ്മം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. ഇനി അതിനുശേഷം ഭഗവാൻ എന്താ പറഞ്ഞു കൊടുക്കണത്, ഭഗവാന് വേണ്ടി ചെയ്യണം. ആ കർമ്മത്തിൽ എന്താവില്ല, അപ്പൊ നമുക്ക് ബന്ധനത്തിലാകാനായിട്ട് പറ്റില്ല, ഭഗവാന് വേണ്ടി അർപ്പിച്ച് ചെയ്തു കഴിഞ്ഞാൽ അല്ലെ. ഇനി ഭഗവാൻ അടുത്തത് എന്താ പറയണത്, ഇനി അത് എങ്ങനെയാണ് ചെയ്യണതെന്ന് മുന്നത്തെ കാര്യങ്ങൾ വെച്ച് പറയാണ്. നമുക്ക് നോക്കാം. യജ്ഞശിഷ്ടാശിന സന്തോ മുച്യന്തേ സർവ കിൽബിഷൈഹി പുഞ്ചതേ തേ തൊഹം പാപ യജ്ഞത്തിൽ നിവേദിക്കപ്പെടുന്ന അന്നം ഭക്ഷിക്കുന്നത് കൊണ്ട് ഭഗവത് ഭക്തന്മാർ സർവ്വ പാപങ്ങളിൽ നിന്നും മുക്തരാകുന്നു. സ്വയം ആസ്വദിക്കാൻ വേണ്ടി മാത്രം ഭക്ഷണം ഉണ്ടാക്കുന്നവർ പാപത്തെയാണ് ഭുജിക്കുന്നത്. ഇനി എന്താ പറയണത്, വിഷ്ണു ദേവന്മാരെയും അതേപോലെ തന്നെ ദേവന്മാരെയും സൃഷ്ടിയുടെ ആരംഭത്തില് ഭഗവാൻ എന്താ പറഞ്ഞിട്ടുള്ളത്, ദേവന്മാരെയും മനുഷ്യരെയും ഒപ്പം തന്നെ വിഷ്ണുവിനായുള്ള യജ്ഞങ്ങളും എല്ലാതും കൊടുത്തിട്ട് എന്താ പറഞ്ഞത്, ഇത് സന്തുഷ്ടരാവണമെങ്കിൽ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞത്, നമുക്കിത് യജ്ഞങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് ഇത് ചെയ്യാന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ യജ്ഞങ്ങള് അനുഷ്ഠിക്കണം. യജ്ഞങ്ങൾ പക്ഷെ ആർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്,
യജ്ഞത്തിൽ നിവേദിക്കപ്പെടുന്ന യജ്ഞങ്ങള് ആർക്ക് വേണ്ടിയിട്ട് ചെയ്യണം? ഭഗവാന് വേണ്ടിയിട്ട് ചെയ്യണം എന്ന് പറഞ്ഞത്. ഭക്തന്മാർ യജ്ഞത്തിൽ നിവേദിക്കപ്പെടുന്ന അന്നം ഭക്ഷിക്കുന്നത് കൊണ്ട് ഭഗവത് ഭക്തന്മാർ സർവ്വ പാപങ്ങളിൽ നിന്ന് മുക്തരാകുന്നു. അപ്പൊ നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ തന്നെ പറഞ്ഞ ഭഗവാന് വേണ്ടിയിട്ടായിരിക്കണം യജ്ഞം ചെയ്യുന്നത്. ഭഗവാന് വേണ്ടി യജ്ഞം ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എന്താ സംഭവിക്കുന്നത്? ഭഗവാനിൽ തന്നെ ഉള്ളവരാണ് ആര്? എല്ലാ ദേവന്മാരും. ഈ 33 ഗണങ്ങൾ എല്ലാതും ആരിലുള്ളവരാണ്? ഭഗവാനിൽ തന്നെ ഉള്ളവരാണ്. അപ്പൊ ഭഗവാനായിട്ട് യജ്ഞം ചെയ്തു കഴിഞ്ഞാല്, ഭഗവാന് വേണ്ടി യജ്ഞം ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എന്താണ്? എല്ലാ ദേവന്മാരും അതുകൊണ്ട് സന്തോഷിക്കും. അങ്ങനെ യജ്ഞത്തില് സന്തോഷിച്ചു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യാണ്? അവര് നമുക്ക് വേണ്ടിയിട്ട് എല്ലാതും നമുക്ക് വേണ്ടിയിട്ട് സമർപ്പിക്കുകയാണ് ചെയ്യുന്നത് അല്ലെ? യജ്ഞാനുഷ്ഠാനം കൊണ്ട് ഭക്ഷ്യവസ്തുക്കളൊക്കെ എന്താ സംഭവിക്കുന്നത്? ശുദ്ധീകരിക്കപ്പെടുന്നു. ഈ ശുദ്ധീകരിച്ചു കഴിഞ്ഞാലോ, ഈ ശുദ്ധീകരിച്ചിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നത് വഴി ആരുടെ ജീവിതവും പവിത്രമാകാണ്? നമ്മള് ഭക്തന്മാരുടെ ജീവിതവും പവിത്രമാകാണ്. അങ്ങനെ നമ്മളെ എന്താ പറയുക, ബുദ്ധിക്കും എന്ത് സംഭവിക്കാണ്? ശുദ്ധി വരാണ്. അങ്ങനെ നമ്മൾ പരിശുദ്ധരാവാണ് ചെയ്യുന്നത്. അങ്ങനെ ഈ യജ്ഞത്തിൽ നിവേദിക്കപ്പെടുന്ന അന്നം ഭക്ഷിക്കുന്നത് കൊണ്ട് ഭക്തന്മാര് സർവ്വ പാപങ്ങളിൽ നിന്നും മുക്തരാകും. കാരണം എന്താണ്? ഇതെല്ലാം ഭഗവാൻ അർപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. സ്വയം ആസ്വദിക്കാൻ വേണ്ടി മാത്രം ഭക്ഷണം ഉണ്ടാക്കുന്നവരെന്താണ്? ആരാണ്? പാപത്തെയാണ് അവര് ഭുജിക്കുന്നെന്ന് പറയുന്നത്. അപ്പൊ സ്വയം ആസ്വദിക്കാതെ നമ്മൾ എന്ത് ചെയ്യണം? എല്ലാതും ഭഗവാനായിട്ട് അർപ്പിച്ചുകൊണ്ടാണ് നമ്മൾ അതൊക്കെ ഉപയോഗിക്കേണ്ടതെന്നാണ് ഭഗവാൻ ഇവിടെ പറഞ്ഞു തരുന്നത്. കാരണം ഇതെല്ലാതും ആരുടെ സൃഷ്ടിയാണ്? ഭഗവാന്റെ സൃഷ്ടിയാണ്. പിന്നെ അതുപോലെ തന്നെ മറ്റുള്ള ദേവന്മാരും എല്ലാവരും എന്താണ്? ഭഗവാനിൽ നിന്ന് വന്നവരാണ്. എല്ലാവരും ഭഗവാന്റെ ഓരോ ഭാഗമാണ് ഇതൊക്കെ. അപ്പൊ ഭഗവാന് വേണ്ടി അർപ്പിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എന്താണ് സംഭവിക്കുന്നത്? മറ്റെല്ലാ ദേവന്മാരും നമ്മൾ എന്ത് വരുന്നത്? അവരും സന്തുഷ്ടരായിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് എന്താ പറയണത്? അവരുടെ അനുഗ്രഹം നമുക്ക് കിട്ടാനായിട്ട് സാധിക്കുന്നു. ഇവിടെ എന്താണ്? ഭഗവാന് പ്രസാദം സമർപ്പിക്കുകയാണ് അല്ലെ? ഇസ്കോൺ ക്ഷേത്രങ്ങളിലൊക്കെ ചെയ്യുന്നതാണ്. തുളസിയില ഇട്ടുകൊണ്ടാണ് ഭഗവാന് പ്രസാദം ഓഫർ ചെയ്യുന്നത്. കാരണം ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ടതാണ് തുളസി മഹാറാണി. അപ്പൊ തുളസി മഹാറാണി തുളസിയില ഇട്ടാലാണ് ഭഗവാൻ അത് സ്വീകരിക്കുന്നത്. അതുകൊണ്ട് നമ്മള് ഭഗവാന് പ്രസാദം ഓഫർ ചെയ്യുമ്പോൾ അതിലൊരു തുളസിയില ഇട്ടിട്ടാണ് നമ്മൾ ഓഫർ ചെയ്യുന്നത്. ഇനി അതെങ്ങനെയാണെന്ന് പറ. അതുകൊണ്ട് എന്താണ് ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നത്? അന്നാത് ഭവന്തി ഭൂതാനി പർജന്യാദന്ന സംഭവഃ യജ്ഞാത് ഭവതി പർജന്യോ യജ്ഞകർമ്മ സമുദ്ഭവഃ. എല്ലാ ജീവജാലങ്ങളും ധാന്യങ്ങൾ കൊണ്ട് ജീവിക്കുന്നു. അതാകട്ടെ മഴ മൂലമുണ്ടാകുന്നു. മഴ യജ്ഞത്തിൽ നിന്നുണ്ടാകുന്നു. യജ്ഞങ്ങൾ വിധിപ്രകാരമുള്ള കർമ്മങ്ങളിൽ നിന്നുണ്ടാകുന്നു. ഇപ്പൊ നമ്മളിപ്പോ പറഞ്ഞു ഭഗവാനിൽ അർപ്പിച്ച് പ്രസാദമായിട്ട് സ്വീകരിച്ചു കഴിഞ്ഞാല് അതെന്താ സംഭവിക്കുന്നത്? അവിടെ നമുക്ക് ഭഗവാന്റെ കാരുണ്യാണ് ലഭിക്കുന്നത് അല്ലെ? അപ്പൊ ഭഗവാന്റെ കാരുണ്യം നമുക്ക് കിട്ടാണ് അവിടെ. അപ്പൊ ഇനി അതിന്റെ സൈക്കിള് പറയാണ് നമ്മളടുത്ത്. എല്ലാ ജീവജാലങ്ങളും നമ്മൾ ഒരു കാര്യം കൂടി പറഞ്ഞു. ഭഗവാൻ അർപ്പിക്കാതെ നമ്മൾ അന്നം ഭക്ഷിച്ചു കഴിഞ്ഞാൽ എന്താണ് പറയുന്നത്? ഭക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് സർവ്വ പാപങ്ങളും കിട്ടാണ് ചെയ്യുന്നത്. തിരിച്ച് ഭഗവാൻ അർപ്പിച്ചുകൊണ്ടാണ് നമ്മൾ അതൊക്കെ ഭക്ഷിക്കുന്നെങ്കിലോ സർവ്വ പാപങ്ങളിൽ നിന്ന് നമ്മൾ മുക്തി നേടും. അല്ലാത്തവര് ശരിക്കും എന്തിനാണ് ഭുജിക്കുന്നത് പറഞ്ഞു? പാപത്തെയാണ് നമ്മൾ ഭുജിക്കുന്നത്. കാരണം ഭഗവാന്റെ സൃഷ്ടിയാണ് ഇതെല്ലാം. അപ്പൊ ഭഗവാനായിട്ട് അർപ്പിച്ചുകൊണ്ട് വേണം നമ്മൾ ഇതൊക്കെ ഉപയോഗിക്കാനായിട്ട്. അപ്പൊ അതിലുള്ള കർമ്മങ്ങൾ ഇല്ലാതാക്കാനായിട്ട് അതുകൊണ്ട് സാധിക്കും. ഭഗവാന്റെ കാരുണ്യം നമുക്ക് കിട്ടും എന്ന് നമുക്ക് മനസ്സിലായി. ഇനി അതിന്റെ ഒരു സൈക്കിൾ പറയാണ്. അന്നാത് ഭവന്തി ഭൂതാനി പർജന്യാദന്ന സംഭവഃ യജ്ഞാത് ഭവതി പർജന്യോ യജ്ഞകർമ്മ സമുദ്ഭവഃ. എല്ലാ ജീവജാലങ്ങളും ധാന്യങ്ങൾ കൊണ്ട് ജീവിക്കുന്നു. അതാകട്ടെ മഴ മൂലമുണ്ടാകുന്നു. മഴ യജ്ഞത്തിൽ നിന്നുണ്ടാകുന്നു. യജ്ഞങ്ങൾ വിധിപ്രകാരമുള്ള കർമ്മങ്ങളിൽ നിന്നുണ്ടാകുന്നു. അപ്പൊ എല്ലാ ജീവജാലങ്ങളും എങ്ങനെയാണ്? ധാന്യങ്ങൾ കൊണ്ടാണ് ജീവിക്കുന്നത്. ആ ധാന്യങ്ങള് മഴ മൂലമാണ് ഉണ്ടാകുന്നത്. മഴയാണെങ്കിലോ മഴ യജ്ഞത്തിൽ നിന്നും, യജ്ഞങ്ങള് വിധിപ്രകാരമുള്ള കർമ്മങ്ങളിൽ നിന്നും. ഇപ്പൊ ഇവിടെ നമുക്ക് കാണാം ഭഗവാൻ ഫസ്റ്റ് ആരാണ്? ഭഗവാനെ കാണാം. ഭഗവാനാണ് ആരാണ് വേദങ്ങളുടെ സൃഷ്ടാവ്? ആരാണ്? ഭഗവാൻ തന്നെയാണ് അല്ലെ? ഭഗവാൻ വേദങ്ങൾ ഉണ്ടാക്കി. വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം, ശാസ്ത്രവിധി പറഞ്ഞിരിക്കുന്ന പ്രകാരം ഓരോരുത്തർക്കും ഓരോ
വിഭാഗത്തിൽപ്പെട്ടവർക്കും അവരവരുടേതായ കർമ്മങ്ങളുണ്ട്. ആ കർമ്മങ്ങൾ ചെയ്യുന്നു, അതായത് അവര് വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം അവരുടെ കർമ്മങ്ങൾ ചെയ്യാണ്. കർമ്മങ്ങൾ ചെയ്തിട്ട് എന്താ സംഭവിക്കുന്നത്? യജ്ഞങ്ങൾ ചെയ്ത് എല്ലാവരെയും സന്തോഷിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ദേവന്മാരെ സന്തോഷിപ്പിക്കുമ്പോ എന്താ സംഭവിക്കുന്നത്? ഭഗവാനായിട്ട് സമർപ്പിക്കുകയാണ്. യജ്ഞം എന്ന് വെച്ചാൽ വിഷ്ണുവിനായിട്ട് ചെയ്യാണ്. അത് ചെയ്യുമ്പോ എന്ത് സംഭവിക്കാണ്? അവരുടെ ഭഗവാന് വേണ്ടിയിട്ട് യജ്ഞം ചെയ്യുമ്പോൾ എല്ലാ ദേവന്മാരും സന്തോഷിക്കുകയാണ്. അപ്പൊ നമുക്ക് എന്ത് തരുന്നത്? നമുക്ക് മഴ കിട്ടുന്നു. മഴ വരുമ്പോ എന്താ നമ്മ പറഞ്ഞു, മഴ വരുമ്പോ നമുക്ക് ധാന്യങ്ങൾ കിട്ടുന്നു. ധാന്യങ്ങൾ വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് അത് വീണ്ടും ഭഗവാന് സമർപ്പിക്കണം. അപ്പൊ മഴ, യജ്ഞത്തിൽ നിന്ന് മഴ ഉണ്ടാകും. യജ്ഞങ്ങൾ ചെയ്യുമ്പോൾ മഴ പെയ്യും. മഴ പെയ്യുമ്പോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണ്? ധാന്യങ്ങൾ കുറെ വിളവ് കിട്ടാണ് നന്നായിട്ട്. അപ്പൊ നമ്മൾ അതുകൊണ്ട് എന്ത് ചെയ്യണം? നമ്മളത് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ഭഗവാന് നേദിച്ചിട്ട് അത് പ്രസാദമായിട്ട് നമ്മൾ സ്വീകരിക്കുകയാണ്, ഭഗവാന് കൊടുക്കണം. അപ്പൊ ഭഗവാനിൽ നിന്ന് കിട്ടിയത് നമ്മൾ എന്ത് ചെയ്യാം? നമ്മളുടെ ഒരു എന്താ പറയുന്ന നമ്മളൊരു നന്ദി പറയാന്ന് പറയില്ല, നമ്മൾ ആ നന്ദി സൂചകമായിട്ട് അത് ഭഗവാന് തന്നെ അർപ്പിച്ചുകൊണ്ട് കഴിക്കണം. നമുക്ക് ആരെങ്കിലും എന്തൊരു സാധനം തന്നെ നമ്മ അവരോട് നന്ദി പറയില്ല, ഭയങ്കര റെസ്പെക്ടോടുകൂടി നമ്മൾ അവരോട് എന്ത് പറയും? വളരെ ഉപകാരട്ടോ, വളരെ നന്ദി എന്ന് പറയും. അത് തന്നെ നമ്മളിവിടെ എന്ത് ചെയ്യാണ്? ഭഗവാൻ അർപ്പിക്കുകയാണ്. അതാണ് നമ്മളിവിടെ പറയുന്നത്. ഭഗവാൻ അർപ്പിക്കുന്നതിന്റെ ഒരു കാര്യം പറഞ്ഞതാണ്, ഭഗവാനാണ് നമുക്ക് ഇതൊക്കെ തന്നിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മളത് ഭഗവാൻ അർപ്പിച്ചിട്ട് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. കാരണം നമുക്ക് ഭക്ഷ്യയോഗ്യമായിട്ടുള്ള, മനുഷ്യന് ഭക്ഷ്യയോഗ്യമായിട്ടുള്ള ധാന്യങ്ങളും പച്ചക്കറികളും ഇതൊക്കെയാണ് അവിടെ നമുക്ക് കിട്ടുന്നത്. നമുക്ക് ഈ ഭൗതിക ലോകത്തിൽ നിന്ന്, ഈ ഭൂലോകത്തിൽ നിന്ന് കിട്ടുന്നത്. ബാക്കിയുള്ളത് എന്താണ്? ബാക്കി മൃഗങ്ങൾക്ക്, പിന്നെന്താണ്? പുല്ല്, ചെടികൾ ഇതൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ ബാക്കി മൃഗങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കേണ്ടി വരും. പിന്നെ കൃഷി ചെയ്തത് നമ്മൾ അങ്ങനെയല്ല ചെയ്തു പോണത്. അപ്പൊ അതുകൊണ്ട് പക്ഷെ നമുക്ക് വിവേചന ബുദ്ധി ഉള്ളതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മളത് ഭഗവാൻ അർപ്പിച്ചുകൊണ്ട് നമ്മളത് ഉപയോഗിക്കുകയാണ്. അപ്പോ ഈ കലിയുഗത്തിലെ യജ്ഞം എന്താണെന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. അപ്പൊ യജ്ഞത്തിനെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം 4 തരത്തിലുള്ള യുഗങ്ങളുണ്ട്. 4 യുഗങ്ങള്: സത്യയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം. സത്യയുഗത്തിൽ പറഞ്ഞിരിക്കുന്ന യജ്ഞം ഏതായിരുന്നു? ധ്യാനമായിരുന്നു. സത്യയുഗത്തില് ഒരു മനുഷ്യന്റെ ആയുസ് 1,00,000 വർഷമായിരുന്നു. 1,00,000 വർഷമായിരുന്നു. അപ്പൊ ആ സമയത്ത് നമുക്ക് കുറെ സമയമുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്താണ്? കുറെ ധ്യാനിക്കാനായിട്ടൊക്കെ നമുക്ക് സമയമുള്ള കാരണം കൊണ്ട് ഇത്രയും ധ്യാനിച്ചു കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മളെ യജ്ഞം എന്ന് പറയുന്നത് അവിടെ ധ്യാനത്തിനായിരുന്നു. 2 ത്രേതായുഗം വന്നപ്പോൾ എന്തായി മാറി? നമ്മളുടെ ആയുസ് 10,000 വർഷമായിട്ട് മാറി. അപ്പൊ നമുക്ക് ധ്യാനം ചെയ്യാനുള്ളൊരു ആ ഒരു കാലയളവ് കുറഞ്ഞു വന്നിട്ട് എന്ത് ചെയ്യണം? അപ്പൊ അവിടെ പറഞ്ഞിരിക്കുന്ന യജ്ഞം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യജ്ഞമാണ്, യജ്ഞങ്ങൾ തന്നെ ചെയ്യാനാണ്, യജ്ഞങ്ങളാണ് ഈ ത്രേതായുഗത്തിൽ പറഞ്ഞിരുന്നത്. അത് കഴിഞ്ഞിട്ട് ദ്വാപരയുഗം വന്നപ്പോഴോ ഒരായുസ് ഒരാളുടെ എങ്ങനെ 1000 വർഷമായിട്ട് മാറി, 1000 വർഷമായി മാറി. അപ്പൊ അവിടെ നമുക്ക് പറഞ്ഞത് വിഗ്രഹാരാധനയാണ്. നമുക്ക് ചെയ്യേണ്ട ഒരു യജ്ഞം വിഗ്രഹാരാധനയായിരുന്നു. വന്നിട്ട് ഇപ്പൊ കലിയുഗം വന്ന് നിൽക്കുമ്പോഴോ, കലിയുഗത്തിൽ നമുക്ക് പറഞ്ഞിരിക്കുന്നത് ഹരിനാമ സങ്കീർത്തനം. കാരണം ഒരു മനുഷ്യന്റെ ആയുസ് പറയുന്നത് 100 വർഷമായിരുന്നു. പക്ഷെ ഇപ്പൊ 100 വർഷമൊന്നും ഇല്ല. പക്ഷെ എങ്കിലും നമുക്ക് കലിയുഗത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ ഈ ധ്യാനം, മറ്റുള്ള യുഗങ്ങളിൽ പറഞ്ഞിരിക്കുന്ന പോലെ ധ്യാനം ചെയ്യാനോ യജ്ഞങ്ങൾ നടത്താനോ വിഗ്രഹാരാധന ചെയ്യാനോ നമുക്ക് ഇത്രയും സാധിക്കുന്നില്ല. എന്തുകൊണ്ടാ സാധിക്കാത്തത്? ഇപ്പോഴത്തെ രീതിയിൽ നമുക്ക് നല്ല പ്യുവർ ആയിട്ടുള്ള വസ്തുക്കൾ കിട്ടണമെന്നില്ല, അത്രയും പ്യുവർ ആയിട്ട് ചെയ്യാനായിട്ട് അറിയണമെന്നില്ല. എല്ലാവർക്കും എന്താണ്? നമുക്ക് കുറെ കുറവുകളുണ്ട്. കലിയുഗത്തിലെ മനുഷ്യർക്ക് കുറെ കുറവുകളുണ്ട്. അത് കാരണം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നില്ല? ഈ പറഞ്ഞ രീതിയിലൊന്നും നമ്മളെ യജ്ഞങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് ചൈതന്യ മഹാപ്രഭു നമുക്ക് എന്ത് തന്നിരിക്കുന്നത്? ഈ ഹരിനാമ യജ്ഞം, നമ്മൾ നാമസങ്കീർത്തനം നമുക്ക് പറഞ്ഞിരിക്കുന്നത്. അത് നമ്മളെ അടുത്ത് പറയുന്നുണ്ട് ശ്രീമദ് ഭാഗവതത്തില് 11-ാമത്തെ സ്കന്ധത്തില് 5-ാമത്തെ അധ്യായത്തില് 32-ാമത്തെ ശ്ലോകത്തിലും 12-ാമത്തെ അധ്യായത്തില് 12-ാമത്തെ സ്കന്ധത്തില് 3-ാമത്തെ അധ്യായത്തിൽ 51-ാമത്തെ ശ്ലോകം, ലാസ്റ്റ് ശ്ലോകത്തിലും, അതുപോലെ തന്നെ ഭഗവത്ഗീതയില് 10-ാമത്തെ അധ്യായത്തിൽ 25-ാമത്തെ ശ്ലോകത്തിലും പറയുന്നുണ്ട് ഭഗവാൻ ആരാണ് പറഞ്ഞത്? കലിയുഗത്തില് ഭഗവാൻ നാമരൂപത്തിലാണെന്ന്. യജ്ഞത്തില് ഭഗവാൻ എന്താണ്? നാമരൂപത്തിലാണ് ഭഗവാൻ അവതരിക്കുന്നതെന്ന് നമ്മളടുത്ത് പറയുന്നുണ്ട്. ഇത് ചൈതന്യ മഹാപ്രഭുവാണ് നമുക്ക് എന്ത് തന്നിരിക്കുന്നത്? ഈ പറഞ്ഞ നമ്മൾ പറഞ്ഞു 500 വർഷങ്ങൾക്ക് മുമ്പ് കലിയുഗത്തിൽ അവതരിച്ചതാണ് ഭഗവാൻ, അല്ലെ? ഭഗവാൻ തന്നെയാണ്, ഭഗവാന്റെ ഒരു അവതാരം തന്നെയാണ് ആര്? ചൈതന്യ മഹാപ്രഭു ആയിട്ട് വരുന്നത്. ഭഗവാന്റെ അവതാരമാണ്, ബംഗാളിലാണ് അദ്ദേഹം അവതരിച്ചത്. അദ്ദേഹമാണ് നമുക്ക് ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിന്
ഹരേ കൃഷ്ണ മന്ത്രം ജപിക്കാനായിട്ട് നമുക്കായിട്ട് തന്നത് ആരാണ്? അദ്ദേഹമാണ്. പിന്നെ അദ്ദേഹത്തിന്റെ അസോസിയേറ്റ് 5 പേരും കൂടെ ഉണ്ട്. ആരാണ്? നമ്മൾ ഈ പറഞ്ഞ ചൈതന്യ പ്രഭു, ചൈതന്യ മഹാപ്രഭു, നിത്യാനന്ദ പ്രഭു, അദ്വൈതാചാര്യൻ, ഗദാധര പണ്ഡിറ്റ്, പിന്നെ ആരാണ്? ശ്രീവാസൻ. ഈ 5 പേര് അദ്ദേഹത്തിന്റെ അസോസിയേറ്റും കൂടിയിട്ടാണ് ഈ ഹരേ കൃഷ്ണ മഹാമന്ത്രം നമുക്ക് കലിയുഗത്തില് നാമസങ്കീർത്തനം ചെയ്യാനും നമുക്ക് പരിശുദ്ധരാകാനും വേണ്ടിയിട്ട് നമുക്ക് തന്നത്. അപ്പോ അതുകൊണ്ട് നമ്മൾ നാമം ജപിക്കുമ്പോൾ എപ്പോഴും ഈ 5 പേരെ നമിച്ചുകൊണ്ടാണ് നമ്മൾ നാമം ജപിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ എന്നും ഹരേ കൃഷ്ണ മഹാമന്ത്രം ചൊല്ലുമ്പോൾ അതിനു മുന്നേ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗര ഭക്തവൃന്ദ എന്ന് ചൊല്ലുന്നത്. അത് ചൊല്ലുന്നതിന്റെ ഗുണം എന്താണ്? ഇപ്പൊ നമ്മൾ ചൊല്ലുമ്പോ എന്തെങ്കിലും നമ്മളെ തെറ്റുകൾ വന്നാൽ തന്നെ ഈ ഗുരുക്കന്മാരെന്ത് ചെയ്യണം? അത് നമുക്ക് പുറത്തു തരാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മളിലുള്ള തെറ്റുകൾ, അതാണ് നമ്മൾ ഗുരുവിന്റെ അടുത്ത് പറയുന്നുണ്ടല്ലോ, നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ഗുരുവിന്റെ പെർമിഷൻ മേടിക്കുന്നത് എന്താണ്? നമ്മളുടെ ചെറിയ തെറ്റുകൾ പുറത്തു തരാൻ ആർക്ക് പറ്റുന്നു? ഗുരുവിന് സാധിക്കും. അപ്പൊ അതുകൊണ്ടാണ് നമ്മള് മഹാമന്ത്രം ചൊല്ലുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മള് ഈ എന്താണത്? പഞ്ചതത്വ മന്ത്രം. ഇതിന് പറയുന്നത് പഞ്ചതത്വ മന്ത്രം എന്നാണ് പറയുന്നത്. ഈ പഞ്ചതത്വ മന്ത്രം ചൊല്ലി നമ്മൾ ചൊല്ലുന്നത്. ഇനി എന്താ പറയണത്? അപ്പൊ നമ്മള് ഇത് ചൊല്ലിയിട്ടാണ് നമ്മൾ ചൊല്ലുന്നത്. അപ്പൊ ഹരേ കൃഷ്ണ മഹാമന്ത്രാണ് ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. അതുകൊണ്ട് നമ്മൾ എന്താണ് കലിയുഗത്തില്, അപ്പൊ അതുകൊണ്ട് ഭഗവാൻ എന്താ പറയുന്നത്? അതുകൊണ്ട് കർമ്മഫലകാംക്ഷ കൂടാതെ കടമ എന്ന നിലയ്ക്ക് നമ്മൾ എന്ത് ചെയ്യണം? കർത്തവ്യം ചെയ്യണം. ഒപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഈ കലിയുഗ ധർമ്മമായിട്ടുള്ള ഹരേ കൃഷ്ണ മഹാമന്ത്രം ചൊല്ലേം വേണം. അപ്പൊ ഭഗവാൻ അർജുനന് പറഞ്ഞു കൊടുക്കാണ്, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? കർമ്മം ഫലാകാംക്ഷ കൂടാതെ നമ്മൾ ചെയ്യണം. നമ്മളുടെ ഒരു കർമ്മമാണ്, ഒരു കർത്തവ്യം, ഒരു ധർമ്മമാണെന്ന് ചിന്തിച്ചുകൊണ്ട് നമ്മൾ കർമ്മം ചെയ്യുക. ഈ നിഷ്കാമ കർമ്മ പ്രവർത്തനം നമ്മൾ എന്തിലേക്ക് എത്തിക്കും പറയുന്നത്? ഭക്തനെ ഭഗവാന്റെ പരമപദത്തിലോട്ട് എത്തിക്കും. അതിന്റെ ഒപ്പം തന്നെ നമ്മൾ എന്ത് കൂടി ചെയ്യണം? നമ്മള് ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുകയും വേണം. കലിയുഗ ധർമ്മമായിട്ടുള്ള ഈ ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുകയും വേണം. പിന്നെ ഭഗവാൻ അതിനൊരു ഉദാഹരണം എന്താ പറഞ്ഞു കൊടുക്കുന്നത്? യദ്യദാചരതി ശ്രേഷ്ഠ സത്തദേവേതരോ ജനഃ സായത് പ്രമാണം കുരുതേ ലോകസ്താദനു വർത്തതേ. ഒരു ശ്രേഷ്ഠനായ വ്യക്തി എന്തു തന്നെ ചെയ്താലും സാധാരണ ജനങ്ങൾ അദ്ദേഹത്തെ അനുകരിക്കുന്നു. മാതൃകാപരങ്ങളായ പ്രവൃത്തികളിൽ അദ്ദേഹം സ്വീകരിക്കുന്ന മാനദണ്ഡങ്ങളെ ലോകമൊട്ടാകെ ആദരിക്കുന്നു. അപ്പൊ ഭഗവാൻ എന്നിട്ട് പറയാണ്, ഇപ്പൊ ഒരു ശ്രേഷ്ഠനായ ഒരു വ്യക്തി, ആ വ്യക്തി എന്ത് തന്നെ ചെയ്താലും ജനങ്ങൾ എന്ത് ചെയ്യും? അദ്ദേഹത്തെ അനുകരിക്കും. അതുകൊണ്ട് മാതൃകാപരമായ പ്രവർത്തികളിൽ അദ്ദേഹം സ്വീകരിക്കുന്ന മാനദണ്ഡങ്ങളെ ലോകമൊട്ടാകെ ആദരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഒരു വ്യക്തി സമൂഹത്തിൽ ശ്രേഷ്ഠനാണെങ്കിൽ അവർ ചെയ്യുന്ന എല്ലാ പ്രവർത്തികളും എന്ത് ചെയ്യണത്? മറ്റുള്ളവർ അത് അനുകരിച്ച് ചെയ്യാൻ ശ്രമിക്കും. ലോകമൊട്ടാകെ അതിനെ ആദരിക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യും. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ചൈതന്യ മഹാപ്രഭു നമുക്ക് ഹരേ കൃഷ്ണ മഹാമന്ത്രം തന്നു. അത് അത്രയും പ്രധാനപ്പെട്ടൊരു മന്ത്രമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അതിനെ ഫോളോ ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കണം. നമുക്ക് ഇപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ ഇതിൽ നമ്മൾ എന്താ പറയുന്നത്? പ്രഭാതർ പറയുന്നുണ്ട് ഭാവാർത്ഥത്തിൽ ജനക മഹാരാജനെ കുറിച്ച്. ജനക മഹാരാജാവ് എന്താ പറഞ്ഞത്? തങ്ങൾക്ക് വിധിച്ച കർമ്മങ്ങൾ മാത്രം അനുഷ്ഠിച്ച് പരിപൂർണതയിൽ എത്തിച്ചേർന്നവരാണ്. അതിനാൽ സാമാന്യ ജനങ്ങളെ പഠിപ്പിക്കുന്നതിനായി എന്ത് ചെയ്യണം? നമ്മൾ കർമ്മം ചെയ്തേ മതിയാകൂ. അതുകൊണ്ട് നമ്മൾ മറ്റുള്ള ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കർമ്മം ചെയ്തേ മതിയാകൂ. കാരണം ഈ ജനക മഹാരാജാവ് തന്നെ സീതാദേവിയുടെ പിതാവായിരുന്നു. പിന്നാരാണ്? ശ്രീരാമന്റെ ഭാര്യയുടെ അച്ഛനാണ് അല്ലെ? പിന്നെ അത് മാത്രല്ല ഭഗവാന്റെ ഭയങ്കര ഭക്തനായിരുന്നു അദ്ദേഹം. അത് കാരണം കൊണ്ട് അദ്ദേഹം രാജാവായിരുന്നു. രാജാവ് എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് ചെയ്യേണ്ട കർമ്മങ്ങളുണ്ട്, നിയത കർമ്മങ്ങള് അദ്ദേഹം ചെയ്തു. എന്തിനാണ് അതൊക്കെ ചെയ്തത്? അദ്ദേഹം ജനങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്തു കൊണ്ടുപോകുന്നത്. ശരിക്കും അതൊന്നും ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവണമെന്നില്ല. പക്ഷെ എങ്കിലും അദ്ദേഹം അത് ചെയ്തത് എന്തിനാണ്? അദ്ദേഹത്തിന്റെ പ്രജകൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, അതിനു വേണ്ടിയിട്ടാണ് അദ്ദേഹം ചെയ്തത്. അതേപോലെ തന്നെയാണ് നമ്മൾ പറയുന്നത്, ഒരു ശ്രേഷ്ഠനായ വ്യക്തി എന്ത് തന്നെ ചെയ്താലും എന്താണ്? സാധാരണ ജനങ്ങൾ അത് മുഴുവനും അനുകരിക്കാൻ ശ്രമിക്കും. അപ്പൊ മാതൃകാപരമായിട്ടുള്ള ഇങ്ങനത്തെ പ്രവൃത്തികള് എന്ത് ചെയ്യണം എന്ന് പറയുന്നത്? ഈ പ്രവർത്തികൾ അദ്ദേഹം സ്വീകരിക്കുന്ന മാനദണ്ഡങ്ങൾ ലോകമൊട്ടാകെ നമ്മൾ പറയുന്നത് ആദരിക്കും. അതിനൊക്കെ ആദരിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ എന്നിട്ട് ഭഗവാനെ കുറിച്ച് പറയാണ്. കാരണം ഭഗവാൻ ഉദാഹരണം പിന്നെ ഒന്നുകൂടി ഭഗവാൻ അർജുനൻ ഒന്നുകൂടി ക്ലിയർ ആക്കി കൊടുക്കാണ്. നമേ പാർത്ഥാസ്തി കർത്തവ്യം ത്രിഷു ലോകേഷു കിഞ്ചന നാനാവാപ്തമവാപ്തവേ
പ്രാപ്തവ്യം വർത്ത ഏവേച്ച കർമ്മണി. പാർത്ഥ, 3 ലോകങ്ങളിൽ എനിക്ക് ചെയ്യേണ്ടതായിട്ടൊന്നുമില്ല, എനിക്ക് ഇല്ലാത്തതായോ ആവശ്യമായതായോ ആയി യാതൊന്നുമില്ല, എങ്കിലും ഞാൻ വിധിക്കപ്പെട്ട കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അപ്പൊ എന്നിട്ട് ഇത്രയും പറഞ്ഞിട്ട് ഭഗവാൻ അർജുനനോട് പറഞ്ഞു കൊടുക്കാണ്, പാർത്ഥ, എനിക്ക് ഈ 3 ലോകങ്ങളിലും ചെയ്യേണ്ടതായിട്ട് യാതൊന്നുമില്ല, എനിക്ക് ആവശ്യമായിട്ടോ ചെയ്യേണ്ടതായിട്ടോ വിധിക്കപ്പെട്ട കർമ്മങ്ങളൊന്നും ചെയ്യേണ്ടതായിട്ടോ ഒന്നുമില്ല. പക്ഷെ എങ്കിലും ഞാൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്? ഞാൻ ഈ പറഞ്ഞ എനിക്ക് വിധിക്കപ്പെട്ട കർമ്മങ്ങള് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഭഗവാൻ ആരായിട്ടാ വന്നിരിക്കുന്നത്? കൃഷ്ണനായിട്ടാ വന്നിരിക്കുന്നത്. മുന്നേ ശ്രീരാമചന്ദ്രനായിട്ട് വന്നപ്പോഴും അച്ഛനോട് ചെയ്യേണ്ട കർത്തവ്യങ്ങൾ, ഒരു ഭാര്യയോട് ചെയ്യേണ്ട കർത്തവ്യങ്ങൾ, ഒരു രാജ്യത്തിനോട് ചെയ്യേണ്ട കർത്തവ്യങ്ങളൊക്കെ ആര് ചെയ്തു? ശ്രീരാമസ്വാമിയായിട്ട് വന്നപ്പോ ചെയ്തു. അതേപോലെ തന്നെ ഇപ്പൊ ശ്രീകൃഷ്ണനായിട്ട് വന്നപ്പോഴും അദ്ദേഹം ഓരോ സമയത്തും ചെയ്യേണ്ടതായിട്ടുള്ള വിധിക്കപ്പെട്ട കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അർജുനനോട് ഒന്നുകൂടി പറഞ്ഞു കൊടുക്കാണ്, എനിക്ക് സത്യത്തിൽ ഒന്നും ചെയ്യേണ്ടതായിട്ടില്ല, പക്ഷെ എങ്കിലും വിധിക്കപ്പെട്ട കർമ്മം എന്ന് വിചാരിച്ചിട്ട് എന്താണ്, ഞാൻ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. കാരണം എല്ലാ ജീവജാലങ്ങളെയും നിയന്ത്രിക്കുന്നത് ആരാണ്? ശരിക്കും ഭഗവാനാണ്. എല്ലാ ജീവജാലങ്ങളെയും നിയന്ത്രിക്കുന്നത് ഭഗവാനാണ്. എല്ലാ ഗ്രഹങ്ങളും എല്ലാത്തിന്റെയും അധിപൻ ആരാണ്? ഭഗവാൻ തന്നെയാണ്. അപ്പൊ എല്ലാതും ഭഗവാന്റെ നിയന്ത്രണത്തിൽ തന്നെയാണുള്ളത്. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഭഗവാന്റെ മുകളിൽ ആരുമില്ല, ഭഗവാനാണ് എല്ലാത്തിന്റെയും അധിപൻ. അപ്പൊ ഭഗവാന് ചെയ്യേണ്ടതായിട്ട് ഒന്നുമില്ല, പക്ഷെ എങ്കിലും കൂടി എന്താണ്, ഭഗവാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പറഞ്ഞത്. നമ്മൾ പറയുന്നുണ്ടല്ലോ, ഈശ്വര പരമകൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ അനാദിരാതിർ ഗോവിന്ദ സർവകാരണ കാരണം എന്ന് പറയുന്നത്. എല്ലാത്തിനും കാരണമായിട്ടുള്ളതാണ് ഭഗവാൻ. അപ്പൊ ഭഗവാന് ചെയ്യേണ്ടതായിട്ട് യാതൊന്നുമില്ല, പക്ഷെ എങ്കിൽ പോലും വിധിക്കപ്പെട്ട കർമ്മം എന്ന നിലയിൽ എന്താണ്, ഭഗവാൻ ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഭഗവാൻ അടുത്തതിൽ പറഞ്ഞു കൊടുക്കാണ്, ഇനി എന്താ ഭഗവാൻ പറഞ്ഞു കൊടുക്കണത് ഇരുന്നിട്ട്? അപ്പൊ ഇത്രയും പറഞ്ഞപ്പോ കർമ്മം ചെയ്യണം എന്നുള്ളത് ആർക്ക് മനസ്സിലായി? അർജുനന് മനസ്സിലായി. അപ്പൊ ഇനി കർമ്മം ചെയ്യുന്നത് എന്താണ്? ഇനി കർമ്മം ചെയ്യുന്നത് ആരാണെന്നാണ് ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നത്? നമ്മൾ പറഞ്ഞല്ലോ നമ്മളെ ചെയ്യുന്നത്. അപ്പൊ അത് എങ്ങനെയാണെന്ന് ഭഗവാൻ പറഞ്ഞു കൊടുക്കാണ്. പ്രകൃതേ ക്രിയമാണാനി ഗുണൈ കർമാണി സർവശഃ അഹങ്കാര വിമൂഢാത്മാ കർത്താഹാമിതി മന്യതേ. ഹരേ കൃഷ്ണ, ഒരു മിനിറ്റ്. സോറി കേട്ടോ, അത്യാവശ്യം അതുകൊണ്ടാ. ഹരേ കൃഷ്ണ. അപ്പൊ എന്താ പറഞ്ഞ, മിഥ്യാഹങ്കാരത്തിന്റെ പ്രഭാവത്താൽ മോഹിതനായ ജീവാത്മാവ് താനാണ് കർമ്മങ്ങൾ ചെയ്യുന്നതെന്ന് ചിന്തിക്കുന്നു. വാസ്തവത്തിൽ പ്രകൃതിയുടെ 3 ഗുണങ്ങളാണ് അവ നിർവഹിക്കുന്നത്. അപ്പൊ ഭഗവാൻ ഇവിടെ എന്താ പറയുന്നത്? എന്നിട്ട് ഇനി ഈ കർമ്മം ചെയ്യുന്നത് ആരാണെന്ന് പറയണല്ലേ? കർമ്മം ചെയ്യുന്നത് ആരാണ്? ഭൗതിക പ്രകൃതിയുടെ മിഥ്യാഹങ്കാരത്തിന്റെ പ്രഭാവത്താൽ മോഹിതനായ ജീവാത്മാവ് വിചാരിക്കുകയാണ് താനാണ് ഈ കർമ്മങ്ങളെല്ലാം ചെയ്യുന്നതെന്ന്. സത്യത്തിൽ ഈ കർമ്മങ്ങൾ ചെയ്യുന്നത് ആരാണ്? ഭൗതിക പ്രകൃതിയുടെ 3 ഗുണങ്ങള്. 3 ഗുണങ്ങൾ എന്ന് വെച്ചാൽ ഏതൊക്കെയാണ്? സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. ഈ 3 ഗുണങ്ങളാണ് ഈ കർമ്മങ്ങള് ചെയ്യിക്കുന്നത്. പക്ഷെ ജീവാത്മാവ് വിചാരിക്കുകയാണ് താനാണ് ഈ കർമ്മങ്ങളെല്ലാം ചെയ്യുന്നത് എന്നാണ് ജീവാത്മാവ് വിചാരിക്കുന്നത്. അപ്പൊ ഭഗവാൻ അർജുനന് പറഞ്ഞു കൊടുക്കുകയാണ്, അപ്പൊ ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളാണ് ഈ കർമ്മങ്ങളെല്ലാം ചെയ്യിക്കുന്നത്. പക്ഷെ ജീവാത്മാവ് വിചാരിക്കുകയാണ് താനാണ് ഈ കർമ്മങ്ങളെല്ലാം ചെയ്യുന്നതെന്ന് ചിന്തിക്കാണ്. ശരീരത്തിന്റെ എന്താ പറഞ്ഞ, അപ്പൊ അറിവുള്ള സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കണം നമുക്കിത് എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത്. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് അർജുനനോട് ഭഗവാൻ ഇത് പറഞ്ഞു കൊടുക്കുന്നത്. ശരീരത്തെ കർമ്മം ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുന്നത് ആരാണ്? ഈ 3 ത്രിഗുണങ്ങളാണ് ചെയ്യുന്നത്. ആത്മാവ് വിചാരിക്കുകയാണ് താനാണ് ഇതൊക്കെ ചെയ്യണമെന്ന് വിചാരിക്കുന്നു. പക്ഷെ അർജുനൻ അത് ക്ലിയർ ആക്കി കൊടുക്കുകയാണ്, ശരിക്കും കർമ്മം ചെയ്യുന്നത് ആരാണ്? ജീവാത്മാവല്ല, ഈ ഭൗതിക പ്രകൃതിയുടെ 3 ത്രിഗുണങ്ങളാണ് ഈ കർമ്മങ്ങളെല്ലാം ചെയ്യുന്നത്. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം എന്നാണ് അർജുനനോട് ഭഗവാൻ പറയുന്നത്? അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? മയി സർവാണി കർമാണി സന്യാസ്യാധ്യാത്മ ചേതസ നിരാശീർ നിർമ്മമോ ഭൂത്വാ യുധ്യസോ വിഗതജ്വരഃ.
അല്ലയോ അർജുന, നിന്റെ കർമ്മങ്ങളെല്ലാം എനിക്കായി അർപ്പിച്ചുകൊണ്ട് എന്നെ കുറിച്ചുള്ള പൂർണ്ണ ജ്ഞാനത്തോടെ ലാഭേച്ഛയോ ഉടമസ്ഥാവകാശ ബോധമോ അലസതയോ കൂടാതെ യുദ്ധം ചെയ്യൂ. അതുകൊണ്ട് അപ്പൊ ഇനി പറയാണ്, അതുകൊണ്ട് അർജുന നീ എന്ത് ചെയ്യണം? നിന്റെ കർമ്മങ്ങളെല്ലാം എങ്ങനെ ചെയ്യണം എന്നാ പറഞ്ഞത്? എന്നെ കുറിച്ചുള്ള പൂർണ്ണ ജ്ഞാനത്തോടെ എനിക്കായി അർപ്പിച്ചുകൊണ്ട് എങ്ങനെയില്ലാതെ ലാഭേച്ഛയോ ഉടമസ്ഥാവകാശ ബോധമോ അലസതയോ കൂടാതെ നീ യുദ്ധം ചെയ്യണം. അപ്പൊ എല്ലാ കർമ്മങ്ങളും എനിക്കായിട്ട് അർപ്പിച്ചുകൊണ്ട് ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോ എന്താണ് ഗുണമുള്ളത് ഇരുന്നിട്ട്? അങ്ങനെ ചെയ്യുമ്പോ അയാളുടെ മനസ്സ് ഇന്ദ്രിയങ്ങളിലോ അയാളുടെ മനസ്സും ഇന്ദ്രിയങ്ങളും ഇതിലൊന്നും ഈ പറഞ്ഞ ആഗ്രഹങ്ങളില് എന്താ പറയണത്, അതിന് നമുക്ക് ആഗ്രഹങ്ങൾ വരുന്നില്ല. അങ്ങനെ വരുമ്പോ ഇന്ദ്രിയങ്ങൾക്കായി ആഗ്രഹ പൂർത്തീകരിക്കാനുള്ള ഒരു ത്വര വരുന്നില്ല. അപ്പൊ അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? നിന്റെ കർമ്മങ്ങളെല്ലാം എനിക്കായി അർപ്പിച്ചുകൊണ്ട് ചെയ്യണം. അതില് ഒരു ഉടമസ്ഥാവകാശം പാടില്ല, പിന്നെന്താണ് ഫലേച്ഛ പാടില്ല. അങ്ങനെയായിരിക്കണം നീ എന്ത് ചെയ്യേണ്ടത്? കർമ്മങ്ങൾ ചെയ്യേണ്ടത്. നമ്മള് ഒരു വാടക വീട്ടിൽ നമ്മൾ താമസിക്കാൻ പോയി കഴിഞ്ഞാൽ എന്താണ്, ആ വീട് നമ്മളുടെ വീടല്ല, അല്ലെ? ആ വാടക വീട് ആരുടെയാണ്? അതിന്റെ ഓണർ വേറെയാണ്. അപ്പൊ നമ്മൾ അവിടെ ചെന്നിട്ട് നമ്മൾ അവിടുത്തെ സാധനങ്ങൾ മുഴുവനും നമ്മൾ ഉപയോഗിച്ചാലും നമ്മൾ അത് അവിടെ തന്നെ വെച്ചിട്ടാ പോരണത്. അപ്പൊ നമുക്ക് അതിലൊരു ഉടമസ്ഥാവകാശം ഇല്ല, നമുക്ക് അതുപോലെ ഒന്നിലും ഒരു അവകാശം ഇല്ല. അതേപോലെ ആയിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ ഈ ഭൗതിക ലോകത്തിൽ നമ്മൾ വന്നിരിക്കുന്നത് ഭഗവാൻ നിശ്ചയിച്ച പോലെ നമ്മൾ ജീവിക്കുന്നു. ശരിക്കും ഭഗവാന് വേണ്ടിയിട്ട് നമ്മൾ ജീവിക്കുക, നമ്മൾ എല്ലാ കർമ്മങ്ങളും ഭഗവാനായിട്ട് അർപ്പിച്ചുകൊണ്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഭഗവാന്റെ ലോകത്തേക്ക് തിരിച്ചു പോകാൻ എന്നല്ലാതെ ഇവിടെ ഒന്നും നമ്മൾക്ക് സ്വന്തമായിട്ടില്ല. ആരുടെ സൃഷ്ടിയാണ് എല്ലാതും ഭഗവാന്റെ സൃഷ്ടിയാണ്. ഇപ്പൊ ഒരു ജോലിക്കാരന്റെ യജമാനൻ എന്താണോ പറയുന്നത് അത് മാത്രമാണ് ആർക്ക് കേൾക്കേണ്ടതിരുന്നിട്ട്? ആ ഈ ജോലിക്കാരൻ അനുസരിക്കേണ്ടത്. യജമാനൻ എന്ത് പറയുന്നു അത് അതേപടി അനുസരിക്കുക എന്നുള്ളതാണ് ആരുടെ ഡ്യൂട്ടി? ആ ജോലിക്കാരന്റെ ഡ്യൂട്ടി. അപ്പൊ യജമാനൻ പറയുന്നത് ശരിയോ തെറ്റോ എന്നുള്ളതല്ല, അത് അതേ രീതിയിൽ അനുസരിക്കുക. അത് മാത്രമാണ് ആർക്ക് ചെയ്യാനുള്ളത്? ഇവിടെ നമുക്ക് ചെയ്യാനുള്ളത്. അപ്പൊ ഭഗവാന് വേണ്ടിയിട്ട് കർമ്മം ചെയ്യുക നമ്മള്. അത് എന്ത് ചെയ്യണം? അത് ഭഗവാനെ കുറിച്ചുള്ള പൂർണ്ണ ജ്ഞാനത്തോടെ ലാഭേച്ഛയോ ഉടമസ്ഥാവകാശ ബോധമോ അലസതയോ കൂടാതെ നമ്മൾ എന്ത് ചെയ്യണം? കർമ്മം ചെയ്യണം. ഇനി ആ കർമ്മം ചെയ്യുമ്പോ അത് എങ്ങനെയായിരിക്കും എന്ന് പറയണ? ആ കർമ്മം ചെയ്യുമ്പോ യേമേ മതമിതം നിത്യ മനോതിഷ്ഠന്തി മാനവഃ ശ്രദ്ധാവന്തോ ന സൂയന്തോ മുച്യന്തേപി കർമ്മഭിഹി. പിന്നെന്താ പറയണതോടെ? എന്റെ ആജ്ഞാനുസാരം സ്വകർമ്മങ്ങൾ നിർവഹിക്കുകയും അസൂയ കൂടാതെ വിശ്വാസപൂർവം ഈ ഉപദേശങ്ങൾ അനുസരിക്കുകയും ചെയ്യുന്നവർ കർമ്മഫലങ്ങളുടെ കുടുക്കിൽ നിന്ന് മോചനം നേടുന്നു. അപ്പൊ ഭഗവാൻ ഒന്നും കൂടി പറയാണ്, ഞാൻ ഈ പറഞ്ഞ പോലെ ഇതൊക്കെ അനുസരിച്ച് സ്വന്തം കർമ്മങ്ങൾ നിർവഹിക്കുക, അസൂയ കൂടാതെ വിശ്വാസപൂർവം ഈ ഉപദേശങ്ങൾ അനുസരിക്കുകയും ചെയ്യുന്നവര് കർമ്മഫലങ്ങളുടെ കുടുക്കിൽ നിന്ന് മോചനം നേടുന്നു. അപ്പൊ ഭഗവാൻ എന്താ പറഞ്ഞത്? കർമ്മം ചെയ്യണം, അത് മുഴുവനും ഭഗവാനായിട്ട് അർപ്പിച്ചുകൊണ്ട് ചെയ്യണം. അതിൽ ഉടമസ്ഥാവകാശ ബോധം പാടില്ല. ഭഗവാനെ കുറിച്ചിട്ടുള്ള ഒരു ജ്ഞാനം മനസ്സിലാക്കിയിട്ട് ഭഗവാൻ എങ്ങനെയാണോ നമ്മളടുത്ത് പറഞ്ഞിരിക്കുന്നത് അതേപോലെ അനുസരിക്കാൻ, ഭഗവാന്റെ ഉപദേശങ്ങള് അതേപോലെ നമ്മൾ അനുസരിച്ചുകൊണ്ട് കർമ്മം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ടാവുന്നില്ല? നമ്മൾ ഈ കർമ്മഫലങ്ങളുടെ കുടുക്കിൽ പെടുന്നില്ല. നമുക്ക് അതിൽ നിന്ന് മോചനം നേടാനായിട്ട് സാധിക്കും. പക്ഷെ പിന്നെന്താ ഭഗവാൻ എന്താ പറയണത്? പക്ഷേ സംഭവിക്കുന്നത് എന്താണ്? യേതേദാഭ്യാസൂയന്തോ നാനുതിഷ്ഠന്തി മേ മതം സർവജ്ഞാന വിമൂഢാസ്താൻ വിധി നഷ്ടാന ചേതസഃ. എന്നാൽ എന്താ സംഭവിക്കുന്നത്? അസൂയാലുക്കളായി എന്റെ ഉപദേശങ്ങളെ അവഗണിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നവരെ ഒട്ടും അറിവില്ലാത്തവരും മൂഢരുമായി കണക്കാക്കണം. പൂർണ്ണത നേടുന്നതിനുള്ള അവരുടെ യജ്ഞങ്ങൾ വിഫലമാക്കപ്പെടുകയും ചെയ്യുന്നു. അപ്പൊ ഇവിടെ എന്താ ഭഗവാൻ പറഞ്ഞത്? പക്ഷേ നമ്മൾ പറഞ്ഞു, ഇപ്പൊ നമ്മള് കർമ്മം ചെയ്യണം, അത് ഭഗവാൻ അർപ്പിച്ചുകൊണ്ട് ചെയ്യണം. ഭഗവാൻ എങ്ങനെയാണോ നമ്മൾ ഉപദേശിച്ചിരിക്കുന്നത് അതേ രീതിയിൽ നമ്മൾ ചെയ്യണം. പക്ഷെ എന്താ സംഭവിക്കുന്നത്? എന്നാൽ ചില വ്യക്തികൾ എങ്ങനെ ചെയ്യണത്? മൂഢന്മാരാണ്. മൂഢന്മാരെന്താ ചെയ്യണത്? അവർ അസൂയാലുക്കളായിട്ട് ഭഗവാന്റെ ഉപദേശങ്ങൾ അവർ നിരസിക്കുകയാണ്, അവർ അവഗണിക്കുന്നു. അങ്ങനെ അവർക്ക് എന്താണ്? അവർക്കായി അറിവില്ലാത്ത കാരണം കൊണ്ട് അവരെ നമ്മൾ എന്തെന്ന് കണക്കാക്കണം? അവര് അജ്ഞന്മാരായിട്ട് അല്ലെങ്കിൽ അവരെ മൂഢന്മാരായിട്ട് നമ്മൾ കണക്കാക്കണം. അങ്ങനെ അവർക്ക് പൂർണ്ണത നേടുന്നതിനുള്ള അവരുടെ യജ്ഞങ്ങൾ എന്ത് ചെയ്യപ്പെടുന്നു? വിഫലമാക്കപ്പെടാണ് ചെയ്യുന്നത്. അപ്പൊ പൂർണ്ണത എന്ന് പറഞ്ഞുകൂടെ എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത്? ജീവാത്മാവിനെ പരമാത്മാവുമായിട്ട് ബന്ധിപ്പിക്കുക. അതാണ് നമുക്കറിയാം, നമ്മളുടെ ശരീരത്തിന്റെ പൂർണ്ണത എന്താണ്?
ജീവാത്മാവിനെ പരമാത്മാവുമായിട്ട് ബന്ധിപ്പിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ശരീരത്തിന്റെ പരിപൂർണത. നമ്മൾ ഒരു മനുഷ്യജന്മം കിട്ടിക്കഴിഞ്ഞാൽ നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണ്? ജീവാത്മാവിനെ അതിന്റെ പരമാത്മാവുമായിട്ട് കണക്ട് ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾക്ക് മനുഷ്യജന്മം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യം. നമ്മളെ ജീവാത്മാവിനെ മോചിപ്പിക്കുക. അത് ചെയ്യാൻ ആർക്ക് സാധിക്കുന്നുണ്ടാവില്ല? ഈ അജ്ഞന്മാർക്കും ഈ മൂഢന്മാർക്ക് സാധിക്കുന്നില്ല. കാരണം അവര് അസൂയാലുക്കളായിട്ട് എന്ത് ചെയ്യണം? അവര് ഭഗവാന്റെ ഉപദേശങ്ങളെ അവഗണിക്കുന്നു, അതുപോലെ തന്നെ അനുസരിക്കുകയും ചെയ്യുന്നില്ല. അപ്പൊ ഇതൊക്കെ കേട്ടപ്പോ അർജുനൻ അടുത്ത സംശയം വരാണ്. അപ്പൊ അർജുനൻ വീണ്ടും ചോദിക്കാണ്. കാരണം അർജുനന് ഇപ്പൊ മനസ്സിലായി, കർമ്മം ചെയ്യണമെന്നും മനസ്സിലായി, ആ കർമ്മം ഭഗവാനായിട്ട് അർപ്പിച്ചുകൊണ്ട് ചെയ്യണമെന്നും മനസ്സിലായി. അത് ഭഗവാൻ എങ്ങനെയാണ് പറയുന്നത് അതേ രീതിയിൽ ചെയ്യണമെന്നും അർജുനന് മനസ്സിലായി. അപ്പൊ അർജുനൻ ചോദിക്കാണ് ഭഗവാന്റെ അടുത്ത്, അഥ അർജുന ഉവാച അഥ കേന പ്രയുക്തോയം പാപം ചരതി പുരുഷഃ അനീച്ഛന്നപി വാർഷ്ണേയ ബലാദിവാ നിയോജിതഃ. അർജുനൻ പറഞ്ഞു, വാർഷ്ണേയ, ഏതിനാലാണ് ഒരാൾ തനിക്കിഷ്ടമില്ലെങ്കിൽ പോലും ബലാത്കാരേണ എന്ന പോലെ പാപം ചെയ്യാൻ പ്രേരിതനാകുന്നത്? അപ്പൊ അടുത്ത ചോദ്യം അർജുനന്റെ വരാണ്, എന്തുകൊണ്ടാണ് ഒരാൾക്ക് ഇഷ്ടമില്ലെങ്കിൽ പോലും അയാള് പാപം ചെയ്യാനായിട്ട്, കർമ്മം ചെയ്യാനായിട്ട്, പാപകർമ്മം ചെയ്യാനായിട്ട് പ്രേരിതനാകുന്നത് എന്തുകൊണ്ടാണ്? അപ്പൊ അർജുനൻ വീണ്ടും ചോദിക്കാനില്ല. കാരണം ചിലവര് ഇഷ്ടമില്ലെങ്കിൽ പോലും അവർക്ക് എന്ത് ചെയ്യേണ്ടി വരാണ്? പാപകർമ്മങ്ങൾ ചെയ്യാനായിട്ട് അവർക്ക് നിർബന്ധിച്ച് ചെയ്യിക്കാണ് അവരെ കൊണ്ട്. ബലാത്കാരേണ എന്ന പോലെ പാപം ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുകയാണ് വരുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് അപ്പൊ അടുത്ത ചോദ്യം അർജുനൻ ഭഗവാന്റെ അടുത്ത് ചോദിക്കുകയാണ്. അപ്പൊ ഭഗവാൻ അതിനെന്താ മറുപടി പറഞ്ഞു കൊടുക്കുന്നത്? ശ്രീ ഭഗവാനുവാച കാമ ഏഷ ക്രോധ ഏഷ രജോ ഗുണ സമുദ്ഭവഃ മഹാശനോ മഹാപാപ്മാ വിദ്യേനാമിഹ വൈരിണം. ശ്രീ ഭഗവാൻ പറഞ്ഞു, അല്ലയോ അർജുന, രജോ ഗുണവുമായുള്ള സമ്പർക്കത്തിൽ നിന്നുണ്ടായതും പിന്നീട് ക്രോധമായി തീരുന്നതുമായ കാമമാണ് ഇങ്ങനെ പ്രേരിപ്പിക്കുന്നത്. എല്ലാം നശിപ്പിക്കുന്ന ഈ മഹാപാപമാണ് ഇഹലോകത്തിലെ ശത്രു. അപ്പൊ പുതിയൊരു കാര്യം വന്നോടല്ലേ. അപ്പൊ എന്താണ് പറയുന്നത് ഇവിടെ? കാമം. അപ്പൊ അർജുനന്റെ അടുത്ത് ഭഗവാൻ എന്താ പറയണത്? അർജുനോട് പറഞ്ഞ രജോ ഗുണത്തിന്റെ സമ്പർക്കത്തുമായി ബന്ധപ്പെട്ട് പിന്നീട് അത് എന്തായിട്ട് മാറണ? ക്രോധമായി തീരുന്നതുമായ കാമമാണ് ഈ പറഞ്ഞ രീതിയില് നമ്മള് ആ പാപമാണെങ്കിൽ കൂടി ആ പ്രവൃത്തി ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. ആരാണ്? കാമം. ഇവിടെ കാമം എന്ന് പറയുമ്പോൾ നമ്മളെ ആഗ്രഹമാണ്, നമ്മളുടെ ആഗ്രഹമാണ് നമ്മളെ കൊണ്ട് തെറ്റാണെങ്കിൽ കൂടി അത് ചെയ്യാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കുന്നത്. ഈ കാമമാണ് നമ്മളുടെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത്. കാരണം ആഗ്രഹം, നമുക്കൊരു ആഗ്രഹം വന്നു കഴിഞ്ഞാൽ എന്താണ്? അത് ഏത് വിധേനയിലും നമുക്കത് ചെയ്യണം എന്ന് നമുക്ക് തോന്നിക്കൊണ്ടിരിക്കും. അപ്പൊ ഈ കാമം, ഈ ആഗ്രഹമാണ് നമ്മൾ എന്തിനു പ്രേരിപ്പിക്കുന്നത്? തെറ്റാണെങ്കിൽ കൂടി ആ ഒരു പ്രവൃത്തി ചെയ്യാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കുന്നത്. ഇനി കാമത്തിനെ കുറിച്ച് ഭഗവാൻ ഒന്നും കൂടി ക്ലിയർ ആക്കി തരാണ് നമുക്ക്. എന്താണ് പറഞ്ഞു കൊടുക്കുന്നത് കാമത്തിനെ കുറിച്ച്? ധൂമേന മ്രിയതേ വന്യർ യഥാ ദർശോ മലേന ച യഥോൽബേനാവൃതം മൃതോ ഗർഭസ്തഥാ തേനേതമാവൃതം. ഇനി ഈ കാമം നമ്മളെ എങ്ങനെയാണ് നമ്മളെ ബാധിക്കുന്നത് പറഞ്ഞു തരാണ്. പുക തീയിനെ എന്ന പോലെയും പൊടി കണ്ണാടിയെ എന്ന പോലെയും ഗർഭാശയം ഭ്രൂണത്തെ എന്ന പോലെയും ജീവാത്മാവിനെ വ്യത്യസ്തമായ അളവുകളിൽ കാമം ആവരണം ചെയ്തിരിക്കുന്നു. അപ്പൊ കാമം പല രീതിയിൽ ജീവാത്മാവിനെ ബാധിക്കാം. അതെങ്ങനെയാണെന്ന് പറഞ്ഞു. അപ്പൊ നമ്മളോട് മനസ്സിലായി, നമുക്ക് ആഗ്രഹം ഇല്ലെങ്കിൽ പോലും നമ്മളെ കൊണ്ട് തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് എന്താണ്? കാമമാണ് നമ്മളെ കൊണ്ട് തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. ഇനി ആ കാമം എങ്ങനെയൊക്കെ ഏതൊക്കെ അളവിലാണ് നമ്മളെ ബാധിക്കുന്നതെന്ന് പറയാണ്. നമുക്കൊരു 3 എക്സാമ്പിളിൽ കൂടെ പറഞ്ഞു തരാണത്. ഒന്ന്, പുക തീയിനെ എന്ന പോലെ, പിന്നെ പൊടി കണ്ണാടി എന്ന പോലെ, ഗർഭാശയം ഭ്രൂണത്തെ എന്ന പോലെയും എന്ത് ചെയ്യണം? പലതരത്തില് പല അളവില് ജീവാത്മാവിനെ ഈ കാമം ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു പറയണം. അപ്പൊ ഈ ഭൗതിക പ്രപഞ്ചത്തില് 3 തരത്തിൽ നമുക്ക് ഉദാഹരണം പറഞ്ഞല്ലോ. ഒന്ന്, പുക തീയിനെ എന്ന പോലെ. പുക തീയിനെ എന്ന് പറയുമ്പോ എന്താണ് പറയുന്നത്? ഈ പുക തീയിനെ എന്ന് പറയുമ്പോൾ തീ ആ ഫോട്ടോ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും, തീ കത്തുന്നുണ്ട്, പെട്ടെന്ന് ഇങ്ങനെ ഭയങ്കര കട്ടിയായിട്ട്, എന്താ പറയാ, ഭയങ്കര കട്ടിയിൽ പുക ഉണ്ട് അല്ലെ. അപ്പൊ ആ പുക വരുമ്പോ എന്താണ്? ഒരു കാറ്റ് വന്നു കഴിഞ്ഞാല് എന്താ സംഭവിക്കുന്നത്? ആ പുക മാറിയിട്ട് തീ അങ്ങോട്ട് ആളിക്കത്തും
അല്ലെ? നല്ലൊരു കാറ്റ് വന്നു കഴിഞ്ഞാല് ആ തീ ആളിക്കത്തും. അപ്പൊ അതേപോലെ കാമം ആവരണം ചെയ്ത് കഴിഞ്ഞാല് ഈ രജോ ഗുണക്കാർക്ക് അങ്ങനത്തെ രീതിയിലുള്ള കാമമാണ് ആവരണം ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? നമ്മള് ഈ സത്സംഗങ്ങളിൽ പോയി നമ്മൾ നല്ല ഭക്തന്മാരായിട്ട് കൂടിക്കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് എന്തായിട്ട് മാറാണ്? നമ്മൾ പരിശുദ്ധരായി മാറണം, നമ്മൾ ഭക്തന്മാരായിട്ട് മാറും. അപ്പൊ അത് എളുപ്പമാണ്. അപ്പൊ നമ്മുടെ ഉള്ളിലിരിക്കുന്ന കാമം കുറച്ചായി ഒരു തീയും പുകയും തമ്മിലുള്ള ഒരു കണക്ഷൻ പോലെയാണെങ്കിൽ എന്താ സംഭവിക്കുന്നത്? നമ്മളിപ്പോ സത്സംഗങ്ങളിൽ പോകാം, അതല്ലെങ്കിൽ നമ്മളെ ഭക്തന്മാരായിട്ടുള്ള ഒരു സംസർഗം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മൾ എന്തിലേക്ക് മാറാണ്? കൃഷ്ണാവബോധത്തിലോട്ട് വരാനായിട്ട്, ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിക്കും. അതാണ് തീയും പുകയും തമ്മിലുള്ള എക്സാമ്പിൾ പറയുന്നത്. അതേ സ്ഥാനത്ത് പിന്നെന്താണ് കണ്ണാടിനെ എന്ന് പറഞ്ഞ എന്താണ്? കണ്ണാടിയിൽ പൊടി വന്നു കഴിഞ്ഞാൽ നമ്മൾ അത് തുടച്ച് വൃത്തിയാക്കിയാലേ നമുക്ക് അതിൽ മുഖം നമ്മളെ കാണാൻ സാധിക്കുന്നുള്ളൂ, അല്ലെ? അപ്പൊ അതേപോലെ തന്നെ ചെറിയൊരു പരിശ്രമം നമുക്ക് അവിടെ ആവശ്യമുണ്ട്. മറ്റേത് പോലെയല്ല, മറ്റേത് ചെറിയൊരു കാറ്റ് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തീ ആളിക്കത്താണ് ചെയ്യുന്നത്. അപ്പൊ അവിടെ നമുക്കൊന്നും വേണ്ട, നമുക്ക് എന്ത് മതി? നമ്മള് പോയിട്ട് നമുക്ക് ഒരു സത്സംഗം കിട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കാനുള്ള അവസരങ്ങൾ കിട്ടിക്കഴിഞ്ഞാല് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് എന്ത് സംഭവിക്കാണ്? നമ്മൾ പരിശുദ്ധരായിക്കൊണ്ട് ഇരിക്കാൻ സാധിക്കും, മാറാൻ പറ്റും. പക്ഷെ കണ്ണാടി പൊടി വരുമ്പോ എന്താ സംഭവിക്കുന്നത്? കണ്ണാടിയിൽ പൊടി വരുമ്പോ നമ്മളത് തുടച്ച് മാറ്റിയാലേ നമുക്ക് നമ്മളുടെ ഫേസ് അതിൽ കാണാൻ പറ്റുന്നുള്ളൂ. അപ്പൊ അവിടെ നമുക്ക് എന്താ ആവശ്യമാണ്? കുറച്ചൊരു പരിശ്രമം നമുക്ക് ആവശ്യമാണ്, അല്ലെ? അവിടെ നമുക്ക് ഒത്തിരി കൂടി ഫസ്റ്റത്തെ പോലെയല്ല, രണ്ടാമത്തിൽ ഒരു ചെറിയൊരു പരിശ്രമം നമുക്ക് അവിടെ ആവശ്യമാണ്. അപ്പൊ അതാണ് രണ്ടാമത്തെ വിഭാഗത്തില് നമ്മളെ കാമം ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു പറയുന്നത്. അപ്പൊ അതില് അങ്ങനെയുള്ളവർക്ക് എന്താണ്? ചിലപ്പോ കുറച്ചും കൂടി സമയം എടുക്കാം. നമ്മളിപ്പോ ഒരു മനുഷ്യ ജന്മം എടുത്താൽ പെട്ടെന്ന് നമുക്ക് മാറണമെന്നില്ല, വീണ്ടും നമ്മളൊരു ജന്മം എടുക്കേണ്ടി വരും. ചിലപ്പോൾ വീണ്ടും നമ്മൾ മൃഗങ്ങളായിട്ട് ജനിച്ച് വീണ്ടും മെച്ചപ്പെടുത്തി നമുക്ക് എന്ത് വരാം? വീണ്ടും നമുക്ക് മനുഷ്യനായിക്കൊണ്ട് നമുക്ക് കൃഷ്ണാവബോധത്തിലോട്ട് തിരിയാൻ പറ്റും. അപ്പൊ ആ ഒരു സ്റ്റേജിൽ തന്നെ ഇപ്പോഴത്തെ ഇതിൽ തന്നെ നമുക്ക് ജീവിതത്തിൽ തന്നെ നമുക്കത് നടക്കില്ല. കാരണം വീണ്ടും നമ്മൾ ജന്മങ്ങൾ എടുക്കേണ്ടി വരും. ചിലപ്പോൾ നമ്മൾ അടുത്തത് മൃഗജന്മങ്ങൾ എടുക്കാം, പിന്നീട് വീണ്ടും നമ്മൾ മനുഷ്യജന്മം എടുക്കാം. അങ്ങനെ വന്നിട്ടായിരിക്കും നമുക്ക് എന്ത് വരുന്നത്? നമുക്ക് കൃഷ്ണാവബോധം വരുന്നത്. അതാണ് നമ്മൾ ഈ രണ്ടാമത്തെ പറഞ്ഞ എക്സാമ്പിള് പൊടിയും കണ്ണാടിയും പറയുന്നത്. അപ്പൊ ഒറ്റയടിക്ക് നമുക്കത് മാറുന്നില്ല. പിന്നെ മൂന്നാമത്തത് എന്താ പറയണത്? മൂന്നാമത്തത് ഗർഭസ്ഥ ശിശുവിനെ കുറിച്ചാണ് പറയുന്നത്. അതിൽ വരുമ്പോ എങ്ങനെയാണ് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ, ഗർഭസ്ഥ ശിശുവിനെ പറഞ്ഞിരിക്കുന്നത് ഭ്രൂണത്തിന്, അല്ലെ? ഗർഭാശയത്തില് ഭ്രൂണത്തിന് എന്ന പോലെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഗർഭത്തിലൊരു ഭ്രൂണം ഇരുന്ന് കഴിഞ്ഞാൽ അതിന് എനങ്ങാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ് അതിൻ്റെ ഉള്ളില് ഇളകാനായിട്ട് പോലും പറ്റാത്തൊരു നിലയിലാണ് അതിന്റെ പറഞ്ഞത്. അത് വൃക്ഷങ്ങളായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. വൃക്ഷങ്ങളായിട്ട് കമ്പയർ ചെയ്യുന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അങ്ങനത്തെ കാമപ്രകടനം കൊണ്ടാണ് നമുക്ക് എന്ത് സംഭവിക്കുന്നത്? വൃക്ഷമായിട്ട് വരുന്നതെന്നാണ് പറയുന്നത്. വൃക്ഷത്തിന്റെ ജീവാത്മാവ് വരുന്നത് എങ്ങനെയാണ്? നമ്മൾക്ക് കൂടുതൽ അതിരറ്റൊരു കാമപ്രകടനം ഉണ്ടാവുന്നതിന്റെ ഫലമായിട്ടാണ് വൃക്ഷമായിട്ട് ആ ജീവാത്മാവ് വൃക്ഷമായിട്ട് വരുന്നത്. അപ്പൊ അതേപോലെ തന്നെ അതിനെന്താ സംഭവിക്കുന്നത്? അതിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ അവസ്ഥയിലേക്ക് മാറ്റപ്പെടാനായിട്ട് എന്താണ്? വളരെ പാടുപെടണം, അല്ലെ? അപ്പൊ അതിന് അത്രയും ആഗ്രഹം ഉണ്ടെങ്കിലാണ് ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ അത് വരുന്നത് തന്നെ, വൃക്ഷമായിട്ട് മാറുന്നത് തന്നെ. അപ്പൊ അതിന് മാറാനായിട്ട് കുറച്ചുകൂടി എന്താണ്? ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇങ്ങനെ 3 തരത്തിലാണ് നമ്മൾ എന്ത് വരുന്നത്? കാമം നമ്മളെ ബാധിക്കുന്നത്, നമ്മൾ ആവരണം ചെയ്യപ്പെടുന്നത്. ഒന്ന് തീയും പുകയായിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട്, ഒന്ന് പൊടിയും കണ്ണാടിയായിട്ട് വരുന്നുണ്ട്, ഒന്ന് ഗർഭാശയത്തിലെ ഭ്രൂണത്തിനെ പറ്റി പറയുന്നുണ്ട്. അതായത് ഇത് ഓരോരുത്തരുടെ ഉള്ളിലും പല അളവിലായിരിക്കും വരുന്നത്. അപ്പൊ ഒന്ന് ഇപ്പൊ ഈ പറഞ്ഞ പോലെ ചെറിയൊരു വ്യത്യാസം, നമുക്ക് തീയും പുകയായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അവര് കുറച്ചുനാൾ സത്സംഗത്തിൽ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ചിലവരെ നമ്മ കണ്ടിട്ടില്ലേ, പെട്ടെന്ന് അവർക്ക് ചെറിയൊരു മാറ്റം ഉണ്ടാവുള്ളൂ. അവര് നമ്മൾ പറയും കുറച്ച് നാളായിട്ടുള്ള അവരിപ്പോ സത്സംഗത്തിലൊക്കെ വന്ന്, പക്ഷെ അവര് ഭയങ്കര ഭക്തിയായിട്ട് അവര് വേഗം ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അവർക്ക് പെട്ടെന്ന് അവർ ഇനീഷ്യേഷൻ എടുക്കും, ഗുരുവിനെ സ്വീകരിക്കും, ഇതൊക്കെ അവർക്ക് നടക്കും. കാരണം എന്താണ്? അവരുടെ ജീവാത്മാവിന് അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അതൊന്ന് ചെറിയതായിട്ട് അവിടെ അവർക്ക് തട്ടിയപ്പോ എന്ത് പറ്റിയത്? അവർക്ക് വേഗം പരിശുദ്ധി കിട്ടി. ചിലവർ എത്രയേ വർഷങ്ങൾ കഴിഞ്ഞിട്ടും അവർക്ക് സാധിക്കുന്നുണ്ടാവില്ല. അപ്പൊ അതെന്താ കാരണം? അവരുടെ ഉള്ളിലിരിക്കുന്നതിന്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ പൊടി കണ്ണാടിയായിട്ട് പറയാം. മറ്റേ ഇതേപോലെ തന്നെ വൃക്ഷത്തിന്റെ ആണെങ്കിൽ അവർക്ക് എത്ര വന്നാലും അവർക്കൊരു മാറ്റേ ഉണ്ടാവില്ല. അവർക്കത് ചിന്തിക്കാനും പോലും പറ്റാത്ത രീതിയിലായിരിക്കും അവര്. അപ്പൊ അതിന്റെ നമുക്ക് എക്സാമ്പിൾ പറയുന്നതാണ്. ഇപ്പൊ ഇങ്ങനെ വെച്ച് പറയുമ്പോൾ നമുക്ക് വേഗം മനസ്സിലാവുമല്ലോ അത്. അപ്പൊ ഇനി എന്താണ് പറയണത്? ഇന്ദ്രിയാണി മനോബുദ്ധിർ ഇന്ദ്രിയാണി മനോബുദ്ധിരസ്യാധിഷ്ഠാനമുച്യതേ ഏതേർവിമോഹയക്തേഷ ജ്ഞാനമാവൃത്യ ദേഹിനാം. ഇനി ഈ കാമത്തിന്റെ ഇരിപ്പിടം എവിടെയാണെന്നാണ് പറയുന്നത്. ഇനി ഈ കാമത്തിന്റെ ഇരിപ്പിടം എവിടെയാണ്?
അപ്പൊ കാമം എന്താണെന്ന് നമുക്ക് മനസ്സിലായി. നമുക്ക് ഒരിക്കലും തൃപ്തിപ്പെടുത്താനാവാത്തതും ഇതേപോലെ തന്നെ എന്താണ് തീ പോലെ ആളിക്കത്തുന്ന ഒരു സംഭവമാണ് എന്തിട്ട് നമ്മളെ നിത്യശത്രുവാണ് നമ്മളെ കാമം. അപ്പൊ ഈ കാമം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിത്യമായിട്ടുള്ള ഒരു ശത്രുവാണ്. നമുക്ക് ഒരിക്കലും അതിനെ തൃപ്തിപ്പെടുത്താനായിട്ട് സാധിക്കില്ല. നമുക്ക് എന്ത് കിട്ടിയാലും ഇനിയും വേണം എന്നുള്ളൊരു തോന്നൽ ഉണ്ടായിക്കൊണ്ടിരിക്കുക. അപ്പൊ അതാണ് കാമം എന്ന് പറഞ്ഞാൽ തന്നെ അതാണ് അല്ലെ. അപ്പൊ നമ്മൾ ഈ ഭൗതിക പ്രപഞ്ചത്തിൽ തളച്ചു നിർത്തുന്ന സംഭവം എന്താണ്? ഈ കാമമാണ് നമ്മളെ തളച്ചു നിർത്തുന്നത്. അപ്പൊ ഇനി അതിന്റെ ഇരിപ്പിടം എവിടെയാണ്? ഇന്ദ്രിയങ്ങൾ, മനസ്സ്, ബുദ്ധി എന്നിവയാണ് കാമത്തിന്റെ ഇരിപ്പിടം. അപ്പൊ കാമത്തിന്റെ ഇരിപ്പിടം എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങൾ, മനസ്സ്, ബുദ്ധി എന്നിവയാണ് കാമത്തിന്റെ ഇരിപ്പിടങ്ങൾ. അവയിൽ കൂടി കാമം യഥാർത്ഥ ജ്ഞാനത്തെ ആവരണം ചെയ്ത് ജീവസത്തയെ മോഹിപ്പിക്കുന്നു. അപ്പൊ ഇതിൽ കൂടിയിട്ട് കാമം എന്താ ചെയ്യണത്? ഈ പറഞ്ഞ പോലെ തന്നെ യഥാർത്ഥ ജ്ഞാനത്തെ ആവരണം ചെയ്യാണ്. യഥാർത്ഥ ജ്ഞാനം നമുക്കറിയാം, ഭഗവാനെ കുറിച്ച് അറിയേണ്ടതാണ്. പക്ഷെ ആ ജ്ഞാനത്തിനെ കവർ ചെയ്ത് വെക്കും. അപ്പൊ എന്താണ് സംഭവിക്കുന്നത്? നമുക്ക് അജ്ഞാനായി മാറണം. അങ്ങനെ അതിന് ആ ജ്ഞാനത്തിന് ആവരണം ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാണ്? ജീവാത്മാവിനെ മോഹിപ്പിച്ചുകൊണ്ടിരിക്കും. അപ്പോ നമുക്ക് യഥാർത്ഥ ജ്ഞാനം മാറിയിട്ട് നമ്മൾ ആ ആഗ്രഹങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ പരിശ്രമിച്ചു കൊണ്ടിരിക്കും. അപ്പൊ കാമം എന്താ ചെയ്യണത്? യഥാർത്ഥ ജ്ഞാനത്തെ ആവരണം ചെയ്ത് ജീവാത്മാവിനെ മോഹിപ്പിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ മോഹിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോ അതെന്ത് ചെയ്യാണ്? അത് ആ ആഗ്രഹം നടക്കാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കുകയാണ്. കാരണം ആ ആഗ്രഹം എങ്ങനെ നടത്തുന്നത്? അത് ഇന്ദ്രിയ വിഷയങ്ങൾക്ക് താല്പര്യം ഉണ്ടാക്കിയിട്ട് മനസ്സും ബുദ്ധിയും കൂടിയിട്ട് എന്ത് ചെയ്യണ്? ആ ആഗ്രഹം നടത്താനായിട്ട് ശ്രമിക്കുകയാണ്. ആരുടെ സഹായത്തോടെ? ശരീരത്തിന്റെ സഹായത്തോടെ ആ ആഗ്രഹം നടത്താനായിട്ട് ഇങ്ങനെ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് ചെയ്യണത്. ഇന്ദ്രിയങ്ങള് അതിന്റെ ആഗ്രഹങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? എന്താ പറയണ്ടേ, മനസ്സിന്റെ ബുദ്ധിയും കൂടിയിട്ട് ശരീരത്തിന്റെ സഹായത്തോട് കൂടിയിട്ട് അത് സാധിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കും. എങ്ങനെ? ഈ കാമം യഥാർത്ഥ ജ്ഞാനത്തെ ആവരണം ചെയ്തുകൊണ്ട് ഈ ജീവാത്മാവിനെ മോഹിപ്പിക്കുമ്പോൾ. യഥാർത്ഥമായിട്ടുള്ള ജ്ഞാനം ഭഗവാനെ കുറിച്ചുള്ള ജ്ഞാനം, അതിനെന്ത് ചെയ്യണം? അതിനെ നമ്മൾ കവർ ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അത് കവർ ചെയ്ത് വെക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ജീവാത്മാവ് എന്ത് ചെയ്യണ്? അതിൽ മോഹിതനായിക്കൊണ്ട് അതിന്റെ ആ ആഗ്രഹങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഇനി നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പറഞ്ഞു, അപ്പൊ ഇന്ദ്രിയങ്ങളാണ് ഇതൊക്കെ ചെയ്യണത് അല്ലെ. അപ്പൊ ഇന്ദ്രിയങ്ങള് ഉണ്ടാകുമ്പോ മനസ്സും ബുദ്ധിയും കൂടിയിട്ട് ശരീരത്തിന്റെ സഹായത്തോടെയാണ് ചെയ്യുന്നത്. കാരണം ഇന്ദ്രിയ വിഷയങ്ങളിൽ താല്പര്യം ഉണ്ടാകുമ്പോ. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നാണ് ഇനി ഭഗവാൻ അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? തസ്മാത്തോം ഇന്ദ്രിയാണ്യാദ്യോ നിയമ്യ ഭരതർഷഭ പാപ്മാനം പ്രജഹിഹ്യേന്യം ജ്ഞാന വിജ്ഞാന നാശനം. അതുകൊണ്ട് ഭരതർഷഭ, ആദ്യമായി തന്നെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് ഈ പാപമുദ്രയായ കാമത്തെ മുരടിപ്പിക്കുക. ജ്ഞാനത്തെയും ആത്മസാക്ഷാത്കാരത്തെയും ഇല്ലാതാക്കുന്ന ഈ കാമത്തെ നശിപ്പിക്കുക. അതുകൊണ്ട് ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് കാമത്തെ മുരടിപ്പിക്കാൻ ശ്രമിക്കണം. അപ്പൊ ആദ്യം തന്നെ നമ്മൾ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കണം. അപ്പൊ നമ്മളെ ആഗ്രഹത്തെ ഇല്ലാതാക്കാൻ നമുക്ക് സാധിക്കും. അങ്ങനെ നമുക്ക് ജ്ഞാനത്തെയും ആത്മസാക്ഷാത്കാരത്തെയും ഇല്ലാതാക്കുന്ന ഈ കാമത്തെ നശിപ്പിക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ അപ്പൊ എന്താ ചെയ്യേണ്ടത്? ഈ ഇന്ദ്രിയങ്ങളെ കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കണം. അങ്ങനെ കാമത്തിനെ നമ്മൾ ഇല്ലാതാക്കാനായിട്ട് നോക്കണം. ഇനി അടുത്ത ശ്ലോകത്തിൽ എന്താ പറഞ്ഞത്? ഇന്ദ്രിയാണി പരാണ്യ കൂരീന്ദ്രിയേഭ്യ പരം മനഃ മനസസ്തു പരാ ബുദ്ധിറിയോ ബുദ്ധേ പരദസ്തു സഹ. ജഡപദാർത്ഥങ്ങളെക്കാൾ ഉത്കൃഷ്ടമാണ് കർമ്മേന്ദ്രിയങ്ങൾ. മനസ്സ് ഇന്ദ്രിയങ്ങളെക്കാൾ ശ്രേഷ്ഠമാണ്. ബുദ്ധി മനസ്സിനെയും കടന്നു നിൽക്കുന്നു. ആത്മാവ് ബുദ്ധിയേക്കാൾ ഉന്നതനാണ്. ഇവിടെ എന്താ പറഞ്ഞത്? ഈ ജഡപദാർത്ഥങ്ങളെക്കാൾ ഉത്കൃഷ്ടമാണ് കർമ്മേന്ദ്രിയങ്ങൾ. മനസ്സ് ഇന്ദ്രിയങ്ങളെക്കാൾ ശ്രേഷ്ഠവും ബുദ്ധി മനസ്സിനെയും കടന്നു നിൽക്കുന്നു. ആത്മാവ് ബുദ്ധിയേക്കാൾ ഉന്നതനാണ്. ഇപ്പൊ ഇവിടെ നമ്മള് ആ പിക്ചറിൽ കണ്ടാൽ നമുക്ക് 5 കുതിരനെ നമുക്ക് കാണാൻ പറ്റും. ആ 5 കുതിര 5 നമ്മളെ പഞ്ചേന്ദ്രിയങ്ങളാണ്. കണ്ണ് കാണുന്നുണ്ടാവും, മൂക്ക് കാണുന്നുണ്ടാവും, ചെവിയുണ്ട്, ത്വക്ക്, കൈ കാണുന്നുണ്ട്, അവിടെ നാവ് കാണുന്നുണ്ട്. 5 പഞ്ചേന്ദ്രിയങ്ങളാണ്, നമ്മളെ ഇന്ദ്രിയങ്ങളാണ് ആ 5 കുതിരകള്. ഈ 5 ഇന്ദ്രിയങ്ങള് ഉള്ള ഒരു തേരിൽ സഞ്ചരിക്കുകയാണ് ജീവാത്മാവൂടെ. ആ 5 ഇന്ദ്രിയങ്ങളുള്ള ഒരു തേരിൽ ജീവാത്മാവ് സഞ്ചരിക്കുമ്പോ ശരീരമാണ് നമ്മളെ തേര് എന്താണ്? ശരീരമാണ്. അതില് തേരാളിയായിട്ട് ആരുള്ളത്? ബുദ്ധിയാണ് നമ്മളെ തേരാളി. നമ്മളെ കടിഞ്ഞാൺ ആരുടെ കയ്യിലാണ്? മനസ്സിന്റെ കയ്യിലാണ് കടിഞ്ഞാൺ ഇരിക്കുന്നത്. അപ്പോ ഈ തേരാളി എന്താണ്? ആ കടിഞ്ഞാണാകുന്ന മനസ്സുകൊണ്ട് എന്തിനെ നിയന്ത്രിക്കാൻ ശ്രമിക്കാണ്? ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചിട്ട് വേണം ശരീരത്തെ പ്രവർത്തിപ്പിക്കാനായിട്ട് അല്ലെ. അങ്ങനെ ശരീരത്തെ പ്രവർത്തിച്ചാല് പക്ഷെ മനസ്സ് കൈവിട്ടു പോയാൽ എന്താ സംഭവിക്കുക? 5 ഇന്ദ്രിയങ്ങളും 5 ദിശയിലേക്ക് പോകും അല്ലെ. ആ മനസ്സ് നമ്മളെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും 5 ഇന്ദ്രിയങ്ങളും 5 ദിശയിലേക്ക്
പോകും. അപ്പൊ എന്ത് സംഭവിക്കാണ്? നമ്മുടെ ശരീരം ഇല്ലാണ്ടാകണം, ശരീരം അധപതിക്കുന്നു. പിന്നെ നമുക്ക് എന്ത് സംഭവിക്കും? ബുദ്ധിനാശം സംഭവിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ജീവാത്മാവ് നമ്മൾ സ്വയം മനസ്സിലാക്കണം. എന്ത്? നമ്മൾ ബുദ്ധിയേക്കാൾ ശ്രേഷ്ഠരാണ്. അതുകൊണ്ട് നാം എന്ത് ചെയ്യണം? നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കാൻ ശ്രമിക്കണം. അപ്പൊ ബുദ്ധി നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും നമ്മൾ നിയന്ത്രിക്കാനായിട്ട് ശ്രമിക്കണം. അപ്പൊ നമ്മുടെ ലക്ഷ്യം എന്താണ്? എപ്പോഴും ആത്മാവിന്റെ പരിശുദ്ധിയാണ്. നമ്മളത് പറഞ്ഞു, നമ്മൾ പരിശുദ്ധരാകാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത്. ഈ ഭഗവത്ഗീത കേൾക്കുന്നതും ഭാഗവതം വായിക്കുന്നതും നമ്മൾ ഇങ്ങനത്തെ സ്പിരിച്വൽ ആയിട്ടുള്ളതൊക്കെ കേൾക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ പരിശുദ്ധരാവാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ പരിശുദ്ധരാകാനായിട്ട് നമുക്ക് സാധിക്കും ഈ പറഞ്ഞ പോലെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ. അപ്പൊ അതിന്റെ ആദ്യത്തെ സ്റ്റെപ്പാണ് ഇപ്പൊ നമ്മൾ ഇന്ന് പഠിച്ചു, നമ്മളെ കലിയുഗത്തിലെ യജ്ഞമായിട്ടുള്ള നാമജപം. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഇപ്പൊ ഒന്ന് പഠിച്ചെന്താണ്? നാമജപത്തിനെ കുറിച്ച് പഠിച്ചു. കാരണം നമ്മൾ അതിലുള്ള ആദ്യത്തെ സ്റ്റെപ്പാണ് നമ്മൾ ഈ പറഞ്ഞ കലിയുഗ യജ്ഞമായിട്ടുള്ള നാമജപം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. വാഞ്ചാകൽപതരൂപശ്ച കൃപാ സിന്ധോഭ്യവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമഃ.